السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام الأتمان الأكملان على نبينا محمد صلى الله عليه وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب. സ്നേഹമുള്ള സഹോദരന്മാരെ, ജുബൈലിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ മഹത്തായ ഫാമിലി കോൺഫറൻസിൻ്റെ വേദിയിലും സദസ്സിലുമൊക്കെ ഇരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, ജ്യേഷ്ഠാനുജന്മാരെ, നല്ലവരായ ശ്രോതാക്കളെ, വളരെയേറെ പ്രാധാന്യപൂർവം നമ്മൾ ഗ്രഹിക്കേണ്ടുന്ന ഒട്ടനവധി വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ ധാരാളം സമയമെടുത്തുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഈ സമ്മേളനത്തിലെ അതിൻ്റെ പ്രമേയമായി എഴുതപ്പെട്ട വിശ്വാസ വിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് പറയുവാനും മനസ്സിലാക്കുവാനുമുള്ളത്. രാജ്യത്തൊട്ടാകെ നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇതിനകം ഈ ഫാമിലി കോൺഫറൻസിൻ്റെ മഹത്തായ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് കേരളത്തിൽ തലസ്ഥാന നഗരി 23 നടക്കാൻ പോകുന്ന ഫാമിലി കോൺഫറൻസ്, അങ്ങനെ എല്ലാ ഇടങ്ങളിലും അത് നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു വലിയ ചർച്ചയുടെ, സംസാരങ്ങളുടെ ഇടങ്ങളാണ് നമ്മുടെ ഫാമിലി കോൺഫറൻസുകൾ. ഇവിടെ പ്രവാസികളായ നമ്മൾ, കുടുംബം ഒന്നിച്ച് കഴിയുന്നവരും അല്ലാതെ കഴിയുന്നവരുമൊക്കെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരിലുണ്ട്. നമ്മൾ ശഅബാനിലാണുള്ളത്. റജബിൻ്റെയും റമദാനിൻ്റെയും ഇടക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അധികം ആളുകളും അശ്രദ്ധമാകുന്ന മാസമെന്ന് പറഞ്ഞ ശഅബാനിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിയാവുന്ന ആളുകളൊക്കെ മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധങ്ങൾക്ക് കൂടുതൽ ഊർജ്ജസ്വലത പകരുന്ന വിധത്തിൽ അതിനോടുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു. വിശുദ്ധ റമദാനിൽ ആഫിയത്തോടെ, ഊർജ്ജസ്വലതയോടെ ഇബാദത്തെടുക്കുവാൻ നീ ഞങ്ങൾക്ക് ആഫിയത്ത് തരണേ എന്ന് മനമുരുകി ആ മാസത്തിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ എന്ന് ആത്മാർത്ഥമായി തേടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രതീക്ഷകൾ നമ്മൾ വെച്ചു പുലർത്തുന്നതിനിടയിലാണ് നമ്മൾ ഇതുപോലെയുള്ള ഈ സമ്മേളനങ്ങൾ, അതുപോലെ തന്നെ സംസാരങ്ങളൊക്കെ കേൾക്കുന്നതും അത്തരം വേദികളിൽ വന്നിരിക്കുന്നതും. ഇതുകൊണ്ടൊക്കെ സുഹൃത്തുക്കളെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് സ്വർഗത്തിൽ ഒരു ഇടം കിട്ടണം. അത് ഒറ്റയ്ക്ക് കിട്ടിയാൽ പോരാ, എനിക്കെൻ്റെ കുടുംബത്തിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കണം. ആ ആഗ്രഹമില്ലാത്ത ഒരാളും ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല.
ഏത് സന്തോഷത്തിൻ്റെ ഘട്ടങ്ങൾ വരുമ്പോഴും ആരാണ് നമ്മുടെ ഉറ്റവരും ഉടയവരും കൂടെയുണ്ടായിരുന്നെങ്കിൽ എന്നാശിക്കാത്തത്? ഒരു നല്ല ഭക്ഷണം കഴിക്കാനിരുന്നാൽ, ഒരു നല്ല സുന്ദരമായ കാഴ്ച കാണുന്ന നേരത്ത്, അതുപോലെ തന്നെ അത്ഭുതകരമായ മറ്റേതെങ്കിലും സംഭവങ്ങൾ നമ്മൾ കാണുന്ന ഘട്ടങ്ങളിലൊക്കെ എല്ലാവരും മോഹിക്കും, എൻ്റെ ഉമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ഉപ്പ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ, ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ ആ കുടുംബങ്ങൾ ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കുന്നത് തന്നെ എന്തിനാ? കുടുംബങ്ങളൊക്കെ ഒന്ന് ഒന്നിച്ചിരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ സന്തോഷം ഒറ്റയ്ക്കിരിക്കുമ്പോഴില്ല എന്നുള്ളത് പ്രകൃതിദത്തമായി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും കുടുംബത്തിൻ്റെ കൂടെ ഒന്നിങ്ങനെ ഒന്നിച്ചിരിക്കുന്നത് വല്ലാത്തൊരു സന്തോഷമാണ്. ഇതാണ് നമ്മുടെ ദുന്യാവ്. എങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ ഈ കഷ്ടപ്പെടുന്നു, നമ്മൾ പ്രവർത്തന രംഗത്തിറങ്ങുന്നു, സംസാരിക്കുന്നു, കേൾക്കുന്നു, പഠിക്കുന്നു, എല്ലാം നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ലക്ഷ്യം, ഞാൻ ഇന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ നാളെ പരലോകത്ത് റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ ഞാനും എൻ്റെ മാതാപിതാക്കളും എൻ്റെ മക്കളും എൻ്റെ കുടുംബങ്ങളുമൊക്കെ ഒന്നിച്ച് സ്വർഗത്തിലിങ്ങനെ സന്തോഷിക്കണം. അതാണ് നമ്മുടെ വലിയ ആഗ്രഹം. റഹ്മാനായ റബ്ബതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ച് നടന്നതുകൊണ്ടായില്ലല്ലോ. അതിനെന്ത് വേണം? അതിനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് ഇനി എന്നോടും നിങ്ങളോടും അല്പനേരം സംസാരിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള നമ്മുടെ ആയുസ്, ആ ആയുഷ്കാലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ കിട്ടി, അടുത്തതിനെക്കുറിച്ച് നമുക്ക് യാതൊരു വിവരവുമില്ല. ആ നിലക്ക് മുന്നോട്ട് പോകുന്ന നമ്മൾ റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ മരണാനന്തരം എത്തിപ്പെട്ട് അവൻ്റെ സ്വർഗത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന നിമിഷം വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. വിശ്വാസികൾ സ്വർഗത്തിലേറുമ്പോൾ അവരുടെ കൂടെ അവരുടെ മക്കൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ ഭാര്യമാർ, അവരുടെ ഭർത്താക്കന്മാർ എന്നിങ്ങനെയൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, പല ആയത്തുകളിൽ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചിട്ടുള്ള സൂക്തം അത്തരത്തിൽപ്പെട്ടൊരു സൂക്തമാണ്. വിശ്വാസികൾ സ്വർഗത്തിലേറുമ്പോൾ ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. ശാശ്വതത്വത്തിൻ്റെ സ്വർഗങ്ങളിൽ അവർ പ്രവേശിക്കുന്നതാണ്. അവർ മാത്രമല്ല, വമൻ സ്വലഹ, അവിടെയാണ് അടിവരയിടേണ്ടത്. വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, അവരുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ ആബാ എന്ന് പറയുമ്പോൾ അവരുടെ വല്യുപ്പമാര്, അങ്ങനെയുള്ള എല്ലാവരും, അങ്ങനെ അവൻ ആഗ്രഹിക്കുന്ന അവൻ്റെ കുടുംബങ്ങളിലെ അവൻ്റെ പിതാക്കൾ, മാതാപിതാക്കൾ, അസ്വാജിഹിം, അവരുടെ ഇണകളും ഭാര്യാഭർത്താക്കളും, വദുർരിയാതിഹിം, അവരുടെ സന്താനങ്ങളുമൊക്കെ സ്വർഗത്തിലേക്ക് അങ്ങനെ കയറുന്നു. അവിടെ പറഞ്ഞ വാചകം നോക്കൂ, വമൻ സ്വലഹ, നന്നായവർ, നല്ലവരായവർ, ആ നിലക്കുള്ള ആളുകൾ സ്വർഗത്തിലേറുകയാണ്. സർവകവാടങ്ങളിലും റഹ്മത്തിൻ്റെ മലക്കുകൾ ഇങ്ങനെ ആശംസകൾ ഓതിക്കൊണ്ട് സ്വർഗത്തിലേക്ക് സ്വാഗതമരുളുകയാണ്. ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ. നിങ്ങൾ മാത്രമല്ല, വഅസ്വാജുകും, നിങ്ങളുടെ ഇണകളും വളരെ ആഹ്ലാദപൂർവം സന്തോഷപൂർവം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ. ഇനിയും തീർന്നില്ല. നിങ്ങൾ നോക്കൂ, മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ കിടക്കുമ്പോൾ അവരുടെ കൂടെ വേണ്ടപ്പെട്ടവരൊക്കെ വേണമെന്ന് അവരുടെ ആശ. ആ ആശക്ക് പലപ്പോഴും തടസ്സമായി മാറി വരുന്നത് ഈ വിശ്വാസിക്ക് അവൻ പ്രവർത്തിച്ച അത്ര പ്രവർത്തിച്ചൊന്നും മുന്നേറിയിട്ടില്ലാത്ത മക്കളാണ്, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരാണ്. എന്നാൽ അവരൊക്കെ ഈമാനിൽ ഫോളോ ചെയ്തവരാണ്. ഈമാനിൽ ഈ പിതാവിൻ്റെ മാതാവിൻ്റെ കൂടെ തന്നെയുള്ള ആളുകളാണ്, ഒരേ ആദർശക്കാരാണ്. പക്ഷേ ഈമാൻ വർദ്ധിക്കുകയും കുറയുകയും ചെയ്യുമല്ലോ. അൽ ഈമാൻ യസീദു വയൻഖുസു, ഈമാൻ കൂടും കുറയും. ഏതുകൊണ്ട്?
സൽക്കർമ്മങ്ങൾ വർദ്ധിക്കുമ്പോൾ ഈമാൻ കൂടും, സൽക്കർമ്മങ്ങൾ കുറയുമ്പോൾ ഈമാൻ കുറയും. അങ്ങനെ ഒരു വിശ്വാസി സ്വർഗത്തിൻ്റെ ഉന്നത പദവിയിലെത്തുമ്പോൾ അവനൊരു മോഹം, എൻ്റെ മക്കളെ കാണുന്നില്ലല്ലോ, പക്ഷേ അവരും സ്വർഗത്തിലുണ്ട് താനും, എനിക്കെൻ്റെ മക്കളെ കാണണം, എൻ്റെ ബന്ധപ്പെട്ടവർ എൻ്റെ കൂടെ വേണം. അവിടെ റഹ്മാനായ റബ്ബ് ആ മുഅ്മിനായ മനുഷ്യൻ്റെ കണ്ണിന് കുളിർമ പകരാൻ അവനാശിക്കുന്നത് പോലെ വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഅ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. സൂറത്തു തൂറിലെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, മുഅ്മിനീങ്ങൾ അങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ സത്യവിശ്വാസികളായ ആളുകളുടെ മക്കൾ, ആ മക്കളെ മക്കൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു ജീവിതത്തിൽ. ഈ മാതാപിതാക്കളോട് കൂടെ അവരും ഈമാനിൽ ഫോളോ ചെയ്തവരാണെങ്കിൽ, അഥവാ അവരും മുഅ്മിനാവണമെന്നർത്ഥം. അല്ലാതെ മറ്റുള്ളവർ കാഫിറാണ്, മുശ്രിക്കാണ്, അവർ ഈ നല്ലവനായ ഉപ്പയുടെ കെയർ ഓഫിൽ സ്വർഗത്തിലെത്തുമെന്നല്ല. മറിച്ച് എല്ലാവരും മുഅ്മിനുകളാണ്. പക്ഷേ പദവിയിൽ വ്യത്യാസമുണ്ടെങ്കിൽ ആ ഉയർന്ന പദവിയിലുള്ള വ്യക്തിയുടെ മനസ്സിന് കണ്ണിന് കുളിർമ പകരാൻ സ്വർഗത്തിലെ താഴ്ന്ന പദവിയുള്ള ബന്ധപ്പെട്ട ആളുകളെ ഈ മുഅ്മിനിൻ്റെ അടുത്തേക്ക് റഹ്മാനായ റബ്ബ് ദറജ ഉയർത്തിക്കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? അവരുടെ കണ്ണിന് കുളിർമ പകരാൻ. ഇത് വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇബ്നു കസീർ റഹിമഹുള്ള തഫ്സീർ രേഖപ്പെടുത്തുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല യജ്മഉ ബൈനഹും വ ബൈന അഹ്ബാബിഹിം ഫീഹാ. സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും അവരിഷ്ടപ്പെടുന്നവരെയും ഒക്കെ അങ്ങ് ഒരുമിച്ച് കൂട്ടിക്കൊടുക്കുകയാണ്. ആരൊക്കെയാണ് ആ ഇഷ്ടപ്പെടുന്നവര്? മിനൽ ആബാഇ വൽ അഹ്ലീന വൽ അബ്നാ. അവരെ മാതാപിതാക്കളുണ്ട്, ഇണകളുണ്ട്, സന്താനങ്ങളുണ്ട്. പക്ഷേ അടുത്ത വാചകം നോക്കൂ, മിമ്മൻ ഹുവ സാലിഹുൻ ലിദുഖൂലിൽ ജന്നതി മിനൽ മുഅ്മിനീൻ. ഈമാൻ കൊണ്ട് ഇവരുടെ കൂടെ എത്തിയിട്ടുള്ള ആളുകൾ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് മാത്രമേ ആ ഒരു പ്രത്യേകമായ പദവി ലഭിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, അവിടെ നമ്മൾ ഗൗരവത്തോടുകൂടെ ആ കാര്യം നമ്മൾ ചിന്തിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തിനല്ലി തഖുറ അഅ്യുനുഹും ബിഹിം, ഇവരുടെ കണ്ണിന് കുളിർമ കിട്ടാൻ എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, സ്വർഗത്തിൽ കുടുംബസമേതം എല്ലാവരും എത്തിപ്പെടണമെങ്കിൽ എല്ലാവർക്കും ഈമാൻ വേണം. എല്ലാവർക്കും ഈമാൻ വേണം, അല്ലാതെ എത്തൂല. കുറച്ച് ആളുകൾക്കുണ്ട്, അവരുടെ കെയർ ഓഫിൽ അങ്ങ് രക്ഷപ്പെടാം. ദുന്യാവ് അങ്ങനെയാണല്ലോ. ദുന്യാവിൽ ഇവിടെ ഒരാൾക്ക് സ്ഥാനമുണ്ടെങ്കിൽ അയാളുടെ ആ സ്ഥാനം മറ്റുള്ളവർക്ക് തീരെ ഇല്ലെങ്കിലും അവരുടെയൊക്കെ കെയർ ഓഫിൽ അങ്ങ് രക്ഷപ്പെടുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് പരലോക കോടതിയിൽ നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി രേഖപ്പെടുത്തി, ആരാണോ നന്നായവർ അവർക്ക് വേണ്ടിയാണ് സ്വർഗമുള്ളത്. മലക്കുകൾ ദിനേന ഇവിടെ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. റഹ്മാനായ റബ്ബിൻ്റെ അർശിന് ചുറ്റുമുള്ള മഹാരഥന്മാരായ മുഖറബുകളായ മലായിക്കത്തുകൾ ഇവിടെ നിരന്തരം ഒരു ദുആ ചെയ്യുന്നുണ്ട്. നമ്മൾ പലരും അത് ഓർക്കാറില്ല. എന്താ അവർ പ്രാർത്ഥിക്കുന്നത്? റബ്ബനാ വഅദ്ഖിൽഹും ജന്നാതി അദ്നില്ലതി വഅദ്തഹും വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. ഈ കേൾപ്പിക്കപ്പെട്ട ആയത്തുകളുടെ ഒക്കെ ഒരു പ്രത്യേകത നോക്കൂ നിങ്ങൾ. അവിടെയൊക്കെ ആബാ, അസ്വാജ്, ദുരിയാത്ത് എന്നിങ്ങനെ ചേർത്ത് പറയാണ്. എല്ലാവരും ഒരുമിച്ച് സ്വർഗത്തിൽ, കൂടെ സ്വർഗത്തിൽ. മലക്കുകൾ പ്രാർത്ഥിക്കുന്നതും അതാണ്. മുഅ്മിനീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അള്ളാഹ്ന് ദുആ ചെയ്ത ഉടനെ മലക്കുകൾ നിരന്തരം അള്ളാഹിനോട് പറയുന്നത് എന്താ? റബ്ബേ, നീ അവരുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു കൊടുക്ക്. അവരെ മാത്രമല്ല, വമൻ സ്വലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം, അവരുടെ മാതാപിതാക്കളെ, ഇണകളെ, മക്കളെ ഒക്കെ അവരുടെ കൂടെ പ്രവേശിപ്പിച്ചു കൊടുക്കണേ. അവിടെയും മലക്കുകളും പറയുന്നതെന്താ? വമൻ സ്വലഹ, നന്നായവർ. എന്താ നന്നാകാനുള്ള മാർഗം? ഓരോരുത്തരും നന്നാവണം. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ചിന്തിക്കുക, ഒരാൾക്കും മറ്റൊരാളുടെ കെയർ ഓഫിൽ രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെ രക്ഷപ്പെടുകയായിരുന്നുവെങ്കിൽ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മോൻ രക്ഷപ്പെടണം.
950 കൊല്ലം തൗഹീദി പ്രബോധന മേഖലയിൽ ആയുസ് ചെലവഴിച്ച, ആരോഗ്യം ചെലവഴിച്ച മഹാനായ പ്രവാചകൻ നോഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഒരു മകൻ കാഫറായിട്ട് ചത്തുപോവുകയാണ് ഉണ്ടായത്. അയാൾക്ക് ഇസ്ലാമികമായി രക്ഷ കിട്ടിയില്ല. പ്രവാചകന്റെ മോനല്ലേ, അതൊക്കെ ശരി തന്നെയാണ്. അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പിതാവ്, മകൻ പ്രവാചകനാണ്, ബാപ്പാക്ക് രക്ഷയുണ്ടോ? ഇനി ഭാര്യമാർക്ക് രക്ഷയുണ്ടോ? ഭർത്താവ് നന്നായതുകൊണ്ട് നോഹ് നബി അലൈഹിസ്സലാമിൻ്റെയും ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെയും രണ്ടാളുടെയും ഭാര്യമാരെ സംബന്ധിച്ചല്ലേ അള്ളാഹു എടുത്തു പറയുന്നത്, കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈനി ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ വഖീല ദഖുലൻ നാറ മഅദ്ദാഖിലീൻ. നോഹ് നബി അലൈഹിസ്സലാമിൻ്റെയും ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെയും രണ്ടാളുടെയും ഭാര്യമാർ ആ രണ്ട് പ്രവാചകന്മാരെയും വഞ്ചിച്ചു. എന്താ വഞ്ചിച്ചു എന്നുള്ളിടത്ത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി കൊടുക്കുന്ന തഫ്സീർ കേട്ടോ, ഐ ഫിൽ ഈമാനി, ഈമാനിൽ വഞ്ചിച്ചു. അതായത് ലം യുവാഫിഖാഹുമാ അലൽ ഈമാനി വലാ സദ്ദഖാഹുമാ ഫിർ റിസാല. ആ രണ്ട് നബിമാരും പഠിപ്പിച്ച ഈമാനിൽ ഇവർ ഫോളോ ചെയ്തില്ല, ഇവർ അതിനോട് യോജിച്ചു പ്രവർത്തിച്ചില്ല. അതുപോലെ തന്നെ ആ നബിമാരുടെ റിസാലത്തിനെ ഇവർ സത്യപ്പെടുത്തിക്കൊണ്ട് ആ നബിമാർ പഠിപ്പിച്ച മാർഗത്തിൽ ഇവർ മുന്നോട്ട് പോയതുമില്ല. പക്ഷേ ഭാര്യമാരായിരുന്നു താനും, അതുകൊണ്ട് രക്ഷയില്ല. നരകത്തിൽ കിടക്കുന്നവരുടെ കൂടെ നിങ്ങളും പ്രവേശിച്ചോളൂ എന്നാണ് നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും അലൈഹിമസ്സലാം രണ്ടാളുടെയും ഭാര്യമാരോട് പറയപ്പെടുക. ഭർത്താവ് നല്ല ആളാണ് എന്ന കെയറോഫിൽ ഒരു ഭാര്യയും രക്ഷപ്പെടൂല എന്ന് ഉറപ്പാണ്. ഇനി ഭാര്യ നല്ല ഉഷാറാണ്, ഭർത്താവ് രക്ഷപ്പെടുമോ? പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ് ഇതേ അധ്യായത്തിൽ ഈ പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞ ശേഷമല്ലേ പറയുന്നത്, വംറാത്ത ഫിർഔൻ, ഫിർഔനിൻ്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹ മുഅ്മിനത്തായ സ്ത്രീയായിരുന്നു. റഹ്മാനായ റബ്ബേ, എനിക്ക് കൊട്ടാരത്തിൻ്റെ സുഖങ്ങളും സൗകര്യങ്ങളുമൊന്നും വേണ്ട, നിന്റെ അടുക്കൽ ഒരു വീടാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞ് ഷഹാദത്ത് രക്തസാക്ഷ്യം ഏറ്റുവാങ്ങിയ മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹ, അവർ നല്ല മുഅ്മിനത്തായ ഒരു സ്ത്രീ, വിശ്വാസികൾക്ക് മാതൃക മഹദിയാണ്. പക്ഷേ ഭർത്താവ് ഫറോവ മുക്കിക്കൊല്ലപ്പെട്ട് ദുന്യാവിൽ തന്നെ, ഇനി പരലോകത്തും ഖബറിലുമൊക്കെ നരകം കാണിക്കപ്പെടുകയും നരകാഗ്നിയിലേക്ക് ശാശ്വതമായി എറിയപ്പെടുകയും ചെയ്യും. എന്തേ പ്രശ്നം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭാര്യ നല്ലയാളാണ്, കെയർ ഓഫിൽ ഭർത്താവിന് രക്ഷപ്പെടാനാവില്ല. ആർക്കും ആരുടെയും കെയർ ഓഫിൽ രക്ഷപ്പെടാനാവില്ല. ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക, എൻ്റെ കുടുംബം എനിക്കെൻ്റെ കൂടെ സ്വർഗത്തിൽ കിട്ടണമെങ്കിൽ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ അവസ്ഥ എന്താണ്, എൻ്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ അവസ്ഥ എന്ത് ഈമാനിൻ്റെ കാര്യത്തിൽ, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ ഫാമിലി കോൺഫറൻസിൽ എല്ലായിടങ്ങളിലും ജനങ്ങളോട് ചിന്തിക്കാൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. വിശ്വാസ വിശുദ്ധിയിൽ, ആദർശ വിശുദ്ധിയിൽ യോജിക്കാതെ നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റില്ല. അത് വളരെ ക്ലിയറാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിന് കൃത്യമായ നിലക്ക് ആദർശം പഠിക്കലല്ലാതെ നിവൃത്തിയില്ല. ആദർശ പഠനം നടക്കണം, കുടുംബസമേതം പഠനം നടക്കണം. നിങ്ങൾ നോക്കൂ, എല്ലാ ഇടങ്ങളിലും നമ്മൾ പൊതുപ്രഭാഷണങ്ങൾ വെക്കുന്നുണ്ട്, ഖണ്ഡന പ്രസംഗങ്ങൾ വെക്കുന്നു, വേണ്ടി വന്നാൽ സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നു, ഖുർആൻ ക്ലാസുകൾ, ഹദീസ് ക്ലാസുകൾ, ചരിത്രങ്ങൾ, ചരിത്ര സെമിനാറുകൾ, ഒട്ടേറെ പഠന സംവിധാനങ്ങളിൽ നിന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അവിടെയൊക്കെ നമ്മൾ എത്ര പേരാണ് പങ്കെടുക്കുന്നത്? അവിടെ ആരൊക്കെയാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് വരാറുള്ളത്? നാട്ടിൽ എത്രത്തോളം വലിയ വലിയ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്? പ്രവാസ ലോകത്ത് ജീവിക്കുന്ന നമ്മളൊക്കെ അത് എത്ര വീക്ഷിക്കാറുണ്ട്? ഈ പരിപാടികളൊക്കെ നടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ആദർശം പഠിപ്പിക്കുകയാണ്. എന്താണ് ഇവിടെ ലോകത്തുള്ള വ്യത്യസ്തങ്ങളായ കക്ഷികൾ തമ്മിലുള്ള നമ്മുടെ അഭിപ്രായ വ്യത്യാസം എന്താണ്? എന്തിനാണിവിടെ പല സംഘടനകളായി വേർതിരിഞ്ഞു നിന്നുകൊണ്ടിങ്ങനെ സ്റ്റേജുകളിലൂടെ, പേജുകളിലൂടെ ഇങ്ങനെ ആദർശത്തിൻ്റെ വ്യത്യസ്ത വിഷയങ്ങളെ സംബന്ധിച്ച് സംവദിക്കുന്നത്, ഖണ്ഡനം നടത്തുന്നത്, സംസാരിക്കുന്നത്, മറുപടി പറയുന്നത്? ഇതൊക്കെ ആർക്കെങ്കിലും ചില ഹോബിയായിട്ട്
വെറുതെ രാഷ്ട്രീയക്കാരെ പോലെ അവർ സ്റ്റേജിൽ നിന്ന് ഒരു വക, ഇപ്പുറത്ത് പിറ്റേന്നൊരു മറുപടി, അങ്ങനെ ഇവർക്കിങ്ങനെ പരസ്പരം തമ്മിൽ തല്ലനാണ് പണി. ഞങ്ങൾക്കതിനോടൊരു താല്പര്യവുമില്ല, ഞങ്ങൾക്കതിൻ്റെ കൂടെ യാതൊരു നിലക്കുള്ള യോജിപ്പുമില്ല. ഞങ്ങൾക്കിവിടെ ഞങ്ങളുടേതായ പണിയുണ്ട്. എനിക്കെൻ്റെ കുടുംബത്തെ പോറ്റണം, അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകണം. ജോലി കഴിഞ്ഞാൽ എൻ്റെ വീട്, എൻ്റെ കുടുംബം, പാർക്ക്, അതുപോലെയുള്ള സംവിധാനങ്ങൾ, സുഖങ്ങൾ, സൗകര്യങ്ങൾ, അവിടെ എങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, സംവിധാനങ്ങൾ, സുഖങ്ങൾ, സൗകര്യങ്ങൾ, അതിലൊക്കെ നമ്മുടെ ജീവിതത്തെ അങ്ങ് തളച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യത അവസാനിച്ചു എന്ന് ആരെങ്കിലും കണക്ക് കൂട്ടുന്നുണ്ടോ? അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളൊക്കെ പ്രവാസികളല്ലേ? നമ്മൾ ആലോചിക്കേ, നമ്മുടെ വേദികളിൽ, നമ്മുടെ സദസ്സുകളിൽ ഇതൊക്കെ നമുക്കിവിടെ എണ്ണി പറഞ്ഞില്ലേ? ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ? ഇപ്പം ജുബൈലിൽ ഇസ്ലാഹി സെൻറ്റർ എന്തെല്ലാം ചെയ്യുന്നു, മറ്റു ഓരോ സ്ഥലങ്ങളിലും ഓരോ രാജ്യങ്ങളിലും എന്തൊക്കെ പ്രവാസികൾക്ക് വേണ്ടി ഒരുക്കുന്നു. നമ്മുടെ നാടുകളിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പദ്ധതികളും പരിപാടികളും, ഒരു ദിവസത്തിൽ 3ഉം 4ഉം പരിപാടികളില്ലാത്ത ദിവസങ്ങളില്ല. എന്തിനാ ഇതൊക്കെ നടത്തുന്നത്? എന്താ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം? ഇപ്പറഞ്ഞ ലക്ഷ്യമാണ്. സ്വർഗത്തിലെത്തണമെങ്കിൽ വെറുതെ പോകൂല. സ്വർഗത്തിൽ കിടക്കൽ എളുപ്പമാണ് ആരെങ്കിലും വിചാരിച്ചോ? അത് റഹ്മാനായ റബ്ബ് നമ്മളോട് 2 സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട്. അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ബുദ്ധിമുട്ടുകൾ സഹിക്കാതെ, പ്രയാസങ്ങൾ സഹിക്കാതെ. എന്താ നമുക്കുള്ള ബുദ്ധിമുട്ട്? അള്ളാൻ്റെ റസൂലിൻ്റെ അമ്പിയാക്കൾ, അതുപോലെ തന്നെ സ്വഹാബത്തിൻ്റെ ഒക്കെ കാലത്ത് കടുത്ത യുദ്ധങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ അവർക്ക് നേരിടേണ്ടി വന്നിരുന്നു ഈ ദീനിൻ്റെ സംരക്ഷണത്തിൻ്റെയും പഠനത്തിൻ്റെയും അധ്യാപനങ്ങളുടെയും മേഖലകളിൽ. ഇന്ന് നമുക്ക് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജിഹാദ്. എല്ലാവരും ഇങ്ങനെ ചോദിക്കണം, എന്തപ്പം നിങ്ങളിങ്ങനെ ആയത്തോതിന്, അപ്പുറത്തെ കൂട്ടരും ആയത്തോതിന്, നിങ്ങളും ഹദീസോതിന്? ഞങ്ങൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടിയും മറ്റ് കാര്യങ്ങളോട് നിങ്ങൾ ഈ പറയുന്നതൊക്കെ കേട്ടാൽ തലക്ക് പിരാന്ത് പിടിക്കും. നിങ്ങളായത്തോതിനും അവരായത്തോതിനും നിങ്ങൾ ഗണ്ണനം പറയുന്നു, അവരെ മറുപടി പറയുന്നു, അവിടെ വാദപ്രതിവാദം, ഇവിടെ വാദപ്രതിവാദം. നിങ്ങളിങ്ങനെ തമ്മൽ ചീത്തയും തെരിയും പറഞ്ഞിങ്ങാണ്ട് നിങ്ങൾക്കിതൊരു രസം, ഞങ്ങളതിന് കിട്ടൂല. ഇങ്ങനെ ചിന്തിക്കുന്ന എത്ര ആളുകളുണ്ടാകും? ഇതെല്ലാം കൂടി എനിക്കെൻ്റെ തല പുകഞ്ഞ് കൺഫ്യൂഷനാവാണ്. അതുകൊണ്ട് ഞാൻ ഒന്നിൽക്കില്ല, എല്ലാം കണക്കാ, എല്ലാവരും കണക്കാന്ന് പറയും. അതൊക്കെ ഇപ്പോൾ അവസാനം ഓരോരുത്തർ തീരുമാനത്തിൽ, നിങ്ങളൊക്കെ കണക്കാ, നിങ്ങളെല്ലാവരും കണക്കാ, നിങ്ങളൊക്കെ തമ്മിൽ അവരാരെ കാര്യത്തിന് വേണ്ടിയിട്ട് മറച്ചു വെക്കുന്നുണ്ട്, കൂട്ടി പറയുന്നു ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങളോ? ഞങ്ങളിവിടെ ഇങ്ങനെ ഞങ്ങളുടെ ഡ്യൂട്ടി, ഞങ്ങളുടെ കാര്യങ്ങൾ. എന്നാൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തുണിഷാപ്പിൽ കയറും മൂപ്പര്. തുണിഷാപ്പ് കയറിയിട്ട് ഒരു ഷർട്ട് എടുക്കണം. ഷർട്ട് എടുക്കാൻ കയറുമ്പോൾ സെയിൽസ്മാൻ അവിടെ ഒരുപാട് ഷർട്ടിൻ്റെ തുണിയാണ് പുറത്തേക്ക് ഇടുന്നത്. എല്ലാത്തിൻ്റെ മധുവും അയാൾ പറയും ചെയ്യും, കാരണം അയാൾ കച്ചവടക്കാരനല്ലേ. അയാൾക്ക് അവിടെയുള്ള എല്ലാ ശീലയും ചിലവാകണം. അപ്പോൾ ഇത് ഏതാ നല്ലതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും ഇത് ഇന്നതാണ്, ഇതിന് ഇന്ന ക്വാളിറ്റി ഉണ്ട്, ഇന്ന ക്വാളിറ്റി ഉണ്ട്. ഒരു 4, 5, 8, 10 ഷർട്ട് പീസും അത് ഷർട്ടും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങളാകെ കൺഫ്യൂഷൻ ഇട്ടുപ്പോഴേ നിങ്ങൾ അതും പറയണത് ശരിയാണ്, ഇതും പറയണത് ശരിയാണ്, ഇതാ നല്ലതെന്ന് പറയണത്, ഇതാ നല്ലതെന്ന്, എനിക്ക് ഷർട്ട് തന്നെ വേണ്ട എന്നും പറഞ്ഞ് നമ്മൾ ആരും പുറത്തേക്ക് ഇറങ്ങാറില്ല. അവിടെ വെച്ച് നമ്മളൊരു തീരുമാനം എടുക്കും. എനിക്ക് അള്ളാഹു തന്ന ഒരു ബുദ്ധിയുണ്ട്, ചില മാനദണ്ഡങ്ങളുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ. അത് അയാൾ പറയുന്നതോ പറയാത്തതോ അല്ല, ഞാനൊന്ന് കണക്ക് കൂട്ടിയിട്ട് ഞാപ്പതാ സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്യും. ഇത് ദുന്യാവിൻ്റെ കാര്യം. ഒരു മാർക്കറ്റിൽ കയറിയിട്ട് ഒരു ആപ്പിൾ വാങ്ങുമ്പോൾ തിരിച്ചും മറിച്ചും നോക്കുക. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഒരു കുത്തുണ്ടോ, ഒരു പുഴുക്കുത്തുണ്ടോ, ഒരു കളർ മാറ്റമുണ്ടോ, എന്താ പ്രശ്നം? എൻ്റെ കാശ് കൊടുത്ത് ഞാൻ മേടിക്കുന്ന സാധനം നന്നാവണം, ഏറ്റവും മെച്ചപ്പെട്ടത് ഞാൻ സെലക്ട് ചെയ്യൂ. ദുന്യാവിൽ എൻ്റെ ഭക്ഷണം അങ്ങനെയാണ്, എൻ്റെ വസ്ത്രം അങ്ങനെയാണ്. വീടെടുക്കുമ്പോൾ എത്ര ആളോട് മുഷാവറ നടത്തും, എത്ര എഞ്ചിനീയർമാരുമായിട്ട് കൺസൾട്ടിങ് നടത്തും. എന്താ പ്രശ്നം? ഞാൻ ഉണ്ടാക്കുന്ന വീട് ഒരിക്കലേ ഞാൻ ഉണ്ടാക്കൂ, അത് മെച്ചപ്പെട്ടതാവണം. ദുന്യാവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ വലിയ സൂക്ഷ്മത കാണിക്കുന്ന നമ്മൾ ആഖിറത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ പറയാണ് നിങ്ങൾ കുറേ കൂട്ടരുക അതും ഇതും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് നമുക്കാകെ കൺഫ്യൂഷനാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇതിൽക്കൊന്നുമില്ല. അങ്ങനെ വെക്കാൻ പറ്റിയതല്ല. സ്വർഗം വേണോ? സ്വർഗം വേണോ? പ്രവാസികളെ, സഹോദരങ്ങളെ, പഠിക്കണം. അതിന് കുറച്ച് പ്രയാസമുണ്ട്. എന്താണ്? അല്ലാഹ് മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരടിമ തൻ്റെ യജമാനനായ റബ്ബിനെ മനസ്സിലാക്കലാണ് ആദ്യം വേണ്ടത്. അതുപോലെ തന്നെ അവൻ്റെ ദീനിനെ അറിയണം, അവൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവൻ അറിയണം. ഇപ്പോൾ പലരും പല വിധത്തിൽ പരിചയപ്പെടുത്തും. ഇങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെന്ന് പറയും, വേറൊരു കൂട്ടർ പറയും ഇങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. കൺഫ്യൂഷനാകും, ഉറപ്പാണ്.
അവിടെയാണ് നമ്മൾ സമയമെടുത്ത് അധ്വാനിച്ച് നമ്മുടെ ജോലിത്തിരക്കിനിടയിലും കുടുംബജീവിതത്തിനിടയിലും നമ്മുടേതായ ഒരുപാട് ബിസിനസ്സിൻ്റെ തിരക്കുകൾക്കിടയിലും ഇതിലൊക്കെ ഏതാണ് കല്ലും നെല്ലുമെന്ന് വേർതിരിച്ചുകൊണ്ട് നല്ലത് തിരഞ്ഞെടുക്കുവാൻ അല്പം അധ്വാനം ആവശ്യമാണ്. അതാണ് ഇക്കാലഘട്ടത്തിലെ ജിഹാദെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ മരണനേരത്ത് എനിക്കൊന്ന് സമയം കിട്ടിയാൽ ഞാൻ ഒന്ന് ക്ലിയറാക്കുമായിരുന്നു, ഒന്നും കൂടി ഒന്ന് കൺഫ്യൂഷൻ തീർത്ത് പഠിക്കുമായിരുന്നു. ഈമാനിൻ്റെ കാര്യം പറയുമ്പോൾ എങ്ങനെങ്കിലും വിശ്വസിക്കാൻ നല്ലല്ലോ ഖുർആൻ പറയുന്നത്. സുമ്മലം യർതാബൂ, ഈമാൻ അവർക്ക് കിട്ടിയിട്ടുണ്ടോ? ഏത് വിധത്തിൽ? സുമ്മലം യർതാബൂ, അവരതിൽ സംശയാലുക്കളല്ല. ആടിയും കൊണ്ട് നിൽക്കരുത്, അതും ശരിയാ ഇതും ശരിയാ ഒക്കെ ശരിയാ, അങ്ങനെയല്ല. സുമ്മലം യർതാബൂ, ഈമാനിൻ്റെ കാര്യത്തിൽ അവർ സംശയാലുക്കളാവാതിരിക്കാൻ വളരെ ക്ലിയറായ നിലക്ക് നമ്മൾ അങ്ങ് പഠിക്കണം. അത് പഠിപ്പിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ സജീവമായ സാന്നിധ്യമുണ്ടാകണം. അവിടെ നമ്മളുണ്ടാകണം. നമ്മുടെ ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, മക്കളുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കൂടെയുള്ളവരത് ഉറപ്പുവരുത്തണം. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ദർസുകളിൽ ഇരിക്കുന്ന സാഗൂതം അവിടുത്തെ സംസാരം ശ്രവിക്കുന്ന സഹാബാ കിറാം, അവരിങ്ങനെ ഒരു കൂട്ടർ മാത്രമല്ല പോയിരുന്നത്, അവരവിടെ എല്ലാവരും പങ്കെടുത്തിരുന്നു. ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്. ഈ സദസ്സിലും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നവരോട് ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. നമ്മൾ ആലോചിക്കണം, നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് ടീനേജുകാരായ നമ്മുടെ മക്കൾ എത്ര പേര് ഇതുപോലെയുള്ള വേദികളിൽ വന്നിരിക്കുന്നുണ്ട്? അവർ നമ്മുടെ സദസ്സുകളിൽ എത്ര വരുന്നുണ്ട്? വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിന് വേണ്ടി ഉമ്മ പുറപ്പെടുന്നു, മുസ്ഹഫും നോട്ട് ബുക്കുമായി ഉപ്പയും പുറപ്പെടുന്നു. പക്ഷേ മക്കൾ വരുന്നില്ല. മക്കൾ കാരണം പറയുകയാണ്, എനിക്ക് ട്യൂഷനാണ് ഉമ്മ, എനിക്ക് പ്രൊജക്റ്റ് വർക്കുണ്ട്, എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, എനിക്ക് വായിക്കാനുണ്ട്. അത് പറയുമ്പോഴാ എന്നാ പിന്നെ മോനെവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് ബാപ്പയും ഉമ്മയും ഖുർആൻ ക്ലാസ്സുകളിലേക്ക്, ഹദീസ് ക്ലാസ്സുകളിലേക്ക്, ദർസുകളിലേക്ക് പുറപ്പെടുമ്പോൾ ഈ പ്രായപൂർത്തിയായ മക്കൾ അവിടെ വീട്ടിൽ ഇരിക്കുകയാണ്. എന്തേ? അവർക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടാതെ പോകുന്നു. എന്നിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ കൗൺസിലർമാരെ തരികയാണ്. കൗൺസിലിംഗ് കൊടുക്കണം. എൻ്റെ കുട്ടിക്ക്, എൻ്റെ മോനിക്കൊരു കൗൺസിലിംഗ് കൊടുക്കണം, എൻ്റെ മോൾക്കൊരു കൗൺസിലിംഗ് കൊടുക്കണം. എന്താ പ്രശ്നം? ബാപ്പ പറയുന്നത് മക്കൾ കേൾക്കുന്നില്ല, ഉമ്മ പറയുന്നത് മക്കൾ കേൾക്കുന്നില്ല. കാരണം എന്താണ്? ഉമ്മാക്കും ബാപ്പാക്കും വിശുദ്ധ ഖുർആനിൻ്റെ കുറേ ആശയങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഈ പൊന്നാര മക്കൾ കേട്ടിട്ടില്ല, അതവരുടെ ഹൃദയത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാ പറയുന്നത്, ഇവിടെ ആദർശ പഠനം നടക്കുന്നത് കൂട്ടുകുടുംബം ഒന്നിച്ചായിരിക്കണം. അതിനുള്ള സംവിധാനങ്ങൾ വേണം. അഥവാ ഇനി ഒരു ക്ലാസ് മുടങ്ങിയാൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പഠിക്കാനും വീണ്ടെടുക്കാനും ഒക്കെ വേദികൾ എത്രയാണ്, സംവിധാനങ്ങൾ എത്രയാണ്. അപ്പം ആ ഒരു കാര്യത്തിൽ വലിയ ശ്രദ്ധയുണ്ടായാലല്ലാതെ നമുക്ക് രക്ഷപ്പെടാനാവില്ല. അത് തന്നെ ഏറ്റവും പ്രാധാന്യപൂർവ്വം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് വേണ്ടത്. ലോകത്ത് ശിർക്ക് വന്ന കാരണങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നിടത്തൊക്കെ ഒന്നാമത്തെ പ്രശ്നം എന്താ എല്ലാവരെക്കുറിച്ചും പറയുന്നത്? പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ലേ നിങ്ങളൊക്കെ? അറേബ്യൻ മുശ്രിക്കുകളെ സംബന്ധിച്ചാവട്ടെ, യഹൂദികളെ സംബന്ധിച്ചാവട്ടെ, അവരുടെ ശിർക്കിൻ്റെ കാരണമായി ആണിക്കല്ലായി അവർക്ക് സംഭവിച്ച തെറ്റെന്താണെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്? വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അവരെ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട നിലക്ക്, കണക്കാക്കേണ്ട നിലക്ക് അവർ കണക്കാക്കിയില്ല. അവരെ അള്ളാഹുവിനെ അറിയേണ്ട നിലക്ക് അറിയാതെ പോയി. അതാ പ്രശ്നം. അള്ളാഹിനെ അറിയേണ്ട നിലക്ക് അറിഞ്ഞാ മനുഷ്യൻ ശിർക്ക് ചെയ്യൂല, മനുഷ്യനിൽ നിന്ന് വൻപാപങ്ങൾ സംഭവിക്കൂല, മനുഷ്യനിൽ നിന്ന് അപാകതകളും അപരാധങ്ങളും സംഭവിക്കൂല. അതിനെന്താണ് മാർഗം? റഹ്മാനായ റബ്ബിനെ പഠിക്കണം. എങ്ങനെയാ പഠിക്കേണ്ടത്? റബ്ബിൻ്റെ നാമങ്ങളിലൂടെ തന്നെ അള്ളാഹിനെ പഠിക്കണം. അസ്മാഉൽ ഹുസ്നകൾ നമ്മുടെ ഉസ്താദുമാരെടുത്ത എത്രയെത്ര ദർസുകളാണ് യൂട്യൂബിലും സോഷ്യൽ മീഡിയകളിലും കിടക്കുന്നത്. ഇപ്പോഴും നേർക്ക് നേരെയുള്ള ക്ലാസ്സുകളും നടക്കുന്നില്ലേ? ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ,
അള്ളാഹുവിന് ഏറ്റവും ഉത്തമമായ, ഏറ്റവും സുന്ദരമായ നാമങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവനെ വിളിക്കണേ. ആ നാമങ്ങൾ അവനെ വിളിക്കുകയാണ്. ആ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ സങ്കടം അവനോട് പറയുകയാണ്. അത് തവസ്സുലാക്കുകയാണ്. അതിനെ മുൻനിർത്തിക്കൊണ്ട് റബ്ബിനോട് അതൊക്കെ അംഗീകരിക്കുന്നവനാണ് ഞാനെന്ന മട്ടിൽ വിനീത ഭാവത്തോടെ റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അള്ളാഹിനെ കുറിച്ചാണ് പറയുമ്പോൾ അള്ളാഹിൻ്റെ അസ്മാവുകൾ, ഈ അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ? അതിങ്ങനെ ഫ്രെയിം ചെയ്തിട്ട് ഇങ്ങനെ വീട്ടിൻ്റെ ചുമരിലിങ്ങനെ തൂക്കിയിട്ടാൽ നല്ല ബറക്കത്ത് വീട്ടിലിങ്ങനെ ഇറങ്ങും. അതാണ് അസ്മാഉൽ ഹുസ്ന. ഒരു കൂട്ടർ അങ്ങനെ മനസ്സിലാക്കി. വേറെ ചില ആളുകൾ മനസ്സിലാക്കിയത് ആധുനികമായ മോഡലിൽ ഒരു പ്രസ്സിൽ നിന്ന് ഒരു ടാഗിൽ ഇങ്ങനെ അസ്മാഉൽ ഹുസ്ന ഫുള്ള് എഴുതിയിട്ട് അതൊരു ടാഗാക്കിയിട്ട് ഡ്രൈവർ സീറ്റിൻ്റെ മുന്നിൽ അങ്ങനെ തൂക്കിയിട്ടാൽ നല്ല ബറക്കത്തായി. അതന്നെ അസ്മാഉൽ ഹുസ്നയോടുള്ള ആദരവ്. ഇത് രണ്ടുമല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് എഴുതാൻ ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അസ്മാഉൽ ഹുസ്ന എഴുതിയിട്ട് എവിടെയും വീട്ടിൽ തൂക്കിയിട്ടില്ല, കടയിലും തൂക്കിയിട്ടില്ല, അവരുടെ വാഹനത്തിൻ്റെ കഴുത്തിൽ കെട്ടി തൂക്കിയിട്ടുമില്ല. പിന്നെ ഇതെന്തിനുള്ളതാ? അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് 100 നാമങ്ങളുണ്ട്. അതേ 99 നാമങ്ങൾ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം മറ്റ് ഹദീസുകൾ പരിശോധിച്ചാൽ 100-ൽ കവിയുന്നുണ്ട്. ആ നാമങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും ആലോചിക്ക്. ഏത് നാമങ്ങളെക്കുറിച്ച് നമുക്കറിയാം? ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം നാം ചോദിക്കാറുള്ളത് നിങ്ങളുടെ പേരെന്താ, നിങ്ങളുടെ നാടെന്താ എന്നൊക്കെ ചോദിക്കുന്നതിനും ആദ്യം പേര് ചോദിക്കും. റഹ്മാനായ റബ്ബിനെ മനസ്സിലാക്കുന്ന 1-ാം ക്ലാസ് എന്താണ്? അള്ളാഹിൻ്റെ ഇസ്മുകളൊന്ന് പരിചയപ്പെടണം. അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്, അവൻ സമീആണ്, അവൻ ബസീറാണ്, അവൻ അലീമാണ്, മുജീബാണ്, ഖദീറാണ്, റഊഫാണ്, റഹീമാണ്, വദൂദാണ്, റഖീബാണ്. എല്ലാ നിലക്കുമുള്ള ഒരുപാട് വിശേഷണങ്ങൾ മുഴുവനും ആ ഇസ്മുകളൊക്കെ ഒന്ന് അർത്ഥം പഠിച്ചാൽ, അതിൻ്റെ ആശയം നമ്മൾ പഠിച്ചാൽ, നമ്മളെന്ന് പറയുമ്പോൾ എൻ്റെ പ്രസംഗം തീരുവോളം നമ്മളെന്ന് പറയുമ്പോൾ ഞാനെന്ന് വ്യക്തിയെന്നോ നിങ്ങളൊന്ന് വ്യക്തിയെന്നോ അല്ല നിങ്ങൾ കണ്ണിൽ കാണേണ്ടത്. ഞാനെന്ന് പറയുമ്പോൾ ഞാൻ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബങ്ങൾ, ബന്ധപ്പെട്ടവരൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ 2 ഗുണങ്ങൾ നേടിയെടുക്കാനുണ്ട്. ഒന്നാമത്തെ ഗുണം നമ്മുടെ തൗഹീദ് ഉറക്കും, നമ്മുടെ വിശ്വാസം ഉറക്കും. അതല്ലേ ഏറ്റവും പ്രധാനം. ലുഖ്മാൻ എന്ന് പറയുന്ന പിതാവ് തൻ്റെ പൊന്നോമന പുത്രന് ഉപദേശം കൊടുത്തതല്ലേ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പേജ് മുഴുവനും നമുക്ക് കാണുന്നത്. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇളു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലളുൽമുൻ അളീം. ലുഖ്മാൻ എന്ന പിതാവ്, ഈ ഫാമിലി ക്ലാസ്സിൽ വന്നിരിക്കുന്ന പിതാക്കളെ, രക്ഷിതാക്കളെ, നമുക്കൊക്കെ മക്കളില്ലേ? ആ പിതാവ് ആദ്യം തൻ്റെ മോനോട് വിളിച്ചു പറയുകയാണ്. കൊടുക്കുന്ന ഉപദേശത്തിൻ്റെ 1-ാമത്തെ ഉപദേശം എന്താണ്? യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുതേ. ഇന്ന ശിർക്ക് ലളുൽമുൻ അളീം, ശിർക്ക് വമ്പിച്ച അക്രമമാണ് മോനെ. ഉറപ്പാണല്ലോ ഒരു ബാപ്പ മോനോട് ശിർക്ക് ചെയ്യല്ലേ മോനെ, ശിർക്ക് വമ്പിച്ച അക്രമമാണെന്ന് മാത്രം പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടൂലെന്ന് ഉറപ്പാ. ആ മോൻ ചോദിച്ചിട്ടുണ്ടാവും, എന്താ ഉപ്പ ശിർക്ക്? ശിർക്ക് ചെയ്യല്ല മോനെ, അത് വമ്പിച്ച അക്രമമാണെന്ന് പറഞ്ഞിട്ടൊരു വാപ്പിയും നിർത്തിയിട്ടുണ്ടാവില്ല. ഖുർആൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ചുരുക്കിയിട്ടേ പറയുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? അത്ര മാത്രമേ ആ വാപ്പിയും തൗഹീദും ശിർക്കും പറഞ്ഞിട്ടുള്ളൂ. മോനെ ശിർക്ക് ചെയ്യരുത് എന്ന് പറയുമ്പോൾ മോൻ ചോദിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും, എന്താപ്പ ശിർക്ക് എന്ന് പറഞ്ഞാൽ? വാപ്പ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടാവും. എന്താണ് ശിർക്ക്, എന്താണ് തൗഹീദ്, എന്താണ് തൗഹീദിന് വിരുദ്ധമായി വരുന്ന വിശ്വാസങ്ങൾ, എന്തൊക്കെയാണ് ശിർക്കിലേക്ക് നമ്മെ കൂപ്പുകുത്തിക്കുന്ന വഴികൾ ഏതൊക്കെയാണ്, അതൊക്കെ ഗൗരവത്തോടുകൂടി ആ ബാപ്പ മോനോട് പറഞ്ഞിട്ടുണ്ടാകും. അത് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കൽ എല്ലാ ഫാമിലിയുടെയും രക്ഷിതാക്കളുടെ കടമയാണ്. അതിനുള്ള വഴിയാണ് റബ്ബിനെ അറിയൽ. ഇത് നോക്കൂ നിങ്ങൾ, മഹാന്മാരായ പ്രവാചകന്മാർ, അം കുന്തും ശുഹദാ ഇദ് ഹദറ യഅഖൂബൽ മൗതു ഇദ് ഖാല ലിബനീ മാ തഅബുദൂന മിൻ ബഅദീ
ഖാലൂ നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബാഇക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദാ വ നഹ്നു ലഹു മുസ്ലിമൂൻ. ആരായി പറയുന്നത്? യാക്കൂബ് അലൈഹിസ്സലാം മരണം ഹാജരായ നേരത്തുണ്ടായ സംഭവം വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ആ പ്രവാചകന് മരണാസന്നമായ നേരത്ത് മക്കളെ അടുത്ത് വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മക്കളെ എന്താ ചോദിച്ചത്? ഉപ്പാടെ ശേഷം നിങ്ങൾ എങ്ങനെയാ ജീവിക്കുക എന്നല്ല, അതിനൊക്കെ നിങ്ങളുടെ അടുത്ത് കാശുണ്ടോ പണമുണ്ടോ എന്നൊന്നുമല്ല. മാ തഅ്ബുദൂന മിൻ ബഅദീ, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ്, എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുക? നിങ്ങളുടെ വിശ്വാസം എന്തായിരിക്കും? നിങ്ങൾ ആർക്കാ ഇബാദത്തെടുക്കുക? അതാ ബാപ്പാക്ക് കേൾക്കേണ്ടത്. ബാപ്പ വളർത്തിയ പൊന്നോമന മക്കളുടെ മറുപടി നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക. തൗഹീദിന്റെ കാര്യം പറഞ്ഞിട്ട് ആ മക്കൾ അവസാനം പറഞ്ഞു വ നഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ യഥാർത്ഥ മുസ്ലിമീങ്ങളായി കൊണ്ട് തന്നെ റബ്ബിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കും. ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ മഹാനായ ഇമാം സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു, ആ മക്കൾ പറഞ്ഞതിൻ്റെ പൊരുളെന്താണ്? ഫജമഉ ബൈന തൗഹീദി വൽ അമൽ. ബാപ്പക്ക് മക്കൾ മറുപടി കൊടുത്തപ്പോൾ രണ്ട് കാര്യങ്ങൾ ചേർത്ത് മറുപടി കൊടുത്തു. ഫജമഉ, ആ മക്കളുടെ മറുപടിയുള്ളവർ ഒരുമിച്ച് കൂട്ടി, ബൈന തൗഹീദി വൽ അമൽ. തൗഹീദിൻ്റെ കാര്യം ഓക്കെയാണ്, അതനുസരിച്ച് ഞങ്ങൾ അമലും ചെയ്യും. ഞങ്ങളുടെ വിശ്വാസവും കർമ്മവും സംസ്കാരവും ഒക്കെ നല്ല ഉഷാറായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇതാണ് ബാപ്പാക്ക് മക്കൾ കൊടുത്ത മറുപടി. വനഹ്നു ലഹു മുസ്ലിമൂൻ എന്ന് പറയുന്നതോടുകൂടി അവരുടെ അമലും ഞങ്ങൾ അതേപോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലായിരിക്കുമെന്ന് പറയും. അത് കേട്ട് മരിച്ചു പോകുവാനുള്ളൊരു തൗഫീക്ക് കിട്ടുന്ന ഒരു പ്രവാചകൻ, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. നമുക്കൊക്കെ അങ്ങനെ നമ്മുടെ മക്കളിൽ നിന്ന് അങ്ങനത്തെ ഒരു വാക്ക്, അങ്ങനത്തെ ഒരു കൺകുളിർമ, അങ്ങനത്തെ ഒരു മറുപടി, അങ്ങനത്തെ ഒരു പ്രവൃത്തിയൊക്കെ കണ്ട് മരിക്കാനുള്ളൊരു തൗഫീക്ക് കിട്ടുക. അതിനല്ലേ നമ്മൾ ദുആ ചെയ്യുന്നത്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബേ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന് മക്കളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കൺകുളിർമ തരണേ. എന്താ കൺകുളിർമ? നല്ല വൃത്തിയുള്ള, നല്ല കാണാൻ ചന്തമുള്ള ഡ്രസ്സൊക്കെ ഇട്ടിൻ്റെ മക്കൾ നടക്കുന്നത് അങ്ങനെ കാണണേ നല്ല ഇതിൻ്റെ പൊരുൾ. അതതിൻ്റെ ഒരു ഭാഗത്ത് ഇരുന്നോട്ടെ, അതിലപ്പുറമാണ് നമ്മൾ വിശ്വസിക്കുന്ന യഥാർത്ഥമായ തൗഹീദും ആദർശമൊക്കെ അതിനോട് യോജിച്ച് അതിലേക്ക് ചേർന്ന് നിന്ന് അതിന് വിരുദ്ധമൊന്നും ചെയ്യാത്ത നിലക്ക് നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഇങ്ങനെ ഉണ്ടാകുന്നത് കാണുന്നതാണ് ഏറ്റവും വലിയ കൺകുളിർമ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അള്ളാഹു നമ്മെ അവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, ഇതിനു വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണ്. എന്ത്? നമ്മൾ അള്ളാനെ അറിയണം കുടുംബസമേതം. റഹ്മാനായ റബ്ബിൻ്റെ ഓരോ നാമവും പഠിക്കുന്നതിലൂടെ നമ്മളിലുണ്ടാകുന്ന മാറ്റം, ഒന്ന് നമ്മുടെ വിശ്വാസം ശരിയാകും. എങ്ങനെ വിശ്വാസം ശരിയാവൽ? റഹ്മാനായ റബ്ബിൻ്റെ നാമങ്ങളിൽപ്പെട്ടതാണ് അവൻ സമീആണ്, എല്ലാം കേൾക്കുന്നവനാണ്. ബസീറാണ്, അല്ലാഹ് എല്ലാം കാണുന്നവനാണ്. അലീമാണ്, അവൻ എല്ലാം അറിയുന്നവനാണ്. ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. മുജീബ്, എവിടെ നിന്ന് ഏത് ഭാഷയിൽ എപ്പോൾ വിളിച്ചാലും ഉത്തരം ചെയ്യാൻ കഴിവുള്ളവനാണ്. അതുപോലെ തന്നെ റഊഫ്, മറ്റുള്ളവരെക്കാളെല്ലാം നമ്മളോട് വാത്സല്യമുള്ളവനാണ്. റഹീമുൻ, വലിയ കാരുണ്യമുള്ളവനാണ്. വദൂദ്, നമ്മെ ഏറെ സ്നേഹിക്കുന്നവനാണ്. അർഹമാണ്, ഏറ്റവും നമ്മുടെ മാതാപിതാക്കളെക്കാളും അല്ലാഹു അർഹമു ബിഇബാദിഹി. റഹ്മാനായ റബ്ബവൻ്റെ അടിമകളോട് അർഹമാണ്, ഏറ്റവും കാരുണ്യമുള്ളവനാണ്. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള അബദ്ധങ്ങളും അപാകതകളുമൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ അങ്ങനെ ഫ്ലാഷാക്കിയിട്ട് നമ്മെ അപമാനിക്കാതെ ഒരുപാട് പോരായ്മകളൊക്കെ മാലോകരറിയാതെ അങ്ങനെ മൂടിവെച്ച് മറച്ചു വെക്കുന്ന സിത്തീറാണവൻ. നമ്മൾ നമ്മുടെ പ്രഭാത പ്രദോഷ പ്രാർത്ഥനയിലൊക്കെ അള്ളാഹുവിനോട് പറയുന്നുണ്ട്, അല്ലാഹുമ്മ സ്തുർ ഔറാത്തി, അള്ളാഹുവേ എൻ്റെ പോരായ്മകളൊക്കെ നീ മൂടി വെക്കണേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരടയാളം അതിന് പകരമായി നോക്കിക്കാണുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥ ദുന്യാവിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ?
ഒരു തെറ്റാണ് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ബോഡിയിൽ നിന്ന് ഒരു മണം പുറപ്പെടും എന്ന് അള്ളാഹു നിശ്ചയിക്കുക എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരവസ്ഥ നമുക്ക് അള്ളാഹു തന്നിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അങ്ങനെ നിശ്ചയിച്ചിട്ടില്ലല്ലോ. എന്ത് അബദ്ധങ്ങൾ ഒരാളിൽ നിന്ന് വന്നാലും അള്ളാഹു പൊറുക്കാൻ സന്നദ്ധരാണ്. അവനോട് ഖേദിച്ചു മടങ്ങണം. മറച്ചു വെക്കേണ്ടതവൻ മറച്ചുവെക്കും, പരലോകത്തും മറച്ചുവെക്കും, ദുന്യാവിലും മറച്ചുവെക്കും. എന്തെന്ത് വിശേഷണങ്ങളാണ് അതൊക്കെ നമ്മളങ്ങ് പഠിക്കുമ്പോൾ നമ്മളിൽ വരുന്ന മാറ്റം എന്താണ്? പിന്നെ റഹ്മാനായ റബ്ബിനെ പോലെ എല്ലാം കേൾക്കുന്നവർ റബ്ബില്ല. അള്ളാഹ് എല്ലാം കേൾക്കുന്നു പറഞ്ഞാൽ പിന്നെ വിശ്വാസം ക്ലിയറായി. അവനെ പോലെ വേറെ കേൾക്കുന്ന ഒരാളില്ല. കാരണം എന്താ? റബ്ബിന് മാത്രമുള്ള ഒരു സിഫത്തിൽ ഞാൻ മറ്റൊരാൾക്കും ആ സിഫത്തുണ്ടെന്ന് പറഞ്ഞാൽ അവനിൽ പങ്കുചേർത്തു, ശിർക്കായി. അപ്പോൾ അള്ളാഹിനെ പോലെ എല്ലാം കാണുന്ന, അള്ളാഹുവിനെ പോലെ എല്ലാം കേൾക്കുന്ന, അള്ളാഹുവിനെ പോലെ എല്ലാം അറിയുന്ന, അള്ളാഹുവിനെ പോലെ ഞാൻ എവിടെ നിന്ന് വിളിച്ചാലും എൻ്റെ വിളി കേട്ട് ഉത്തരം ചെയ്യുന്ന, എന്നോട് വാത്സല്യമുള്ള, ഉറങ്ങാത്ത, മയങ്ങാത്ത, ക്ഷീണമില്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ശക്തിയുണ്ടെന്നോ വ്യക്തിയുണ്ടെന്നോ ഞാൻ വിശ്വസിച്ചാൽ എൻ്റെ തൗഹീദ് തകർന്നു, എൻ്റെ വിശ്വാസം മലിനപ്പെട്ടു. നേരെ മറിച്ച് ഞാൻ എൻ്റെ റബ്ബിന് മാത്രമേ അതുള്ളൂ എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ റബ്ബല്ലാത്തവരോട് പിന്നെ ഒരിക്കലും വിളിച്ച് തേടൂല. എൻ്റെ തൗഹീദ് ക്ലിയറായി. വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. തൗഹീദ് ക്ലിയറായി. അതോടൊപ്പം എൻ്റെ ജീവിതം ക്ലിയറാവണ്ടേ? ഞാൻ പാപങ്ങൾ ചെയ്യാതിരിക്കാൻ എനിക്ക് പ്രേരകമാവേണ്ടത് എൻ്റെ റബ്ബിനെക്കുറിച്ചുള്ള അറിവാണ്. എൻ്റെ റബ്ബ് എല്ലാം കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന് ഞാൻ അടിയുറച്ച് അവൻ്റെ നാമങ്ങളിലൂടെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബാപ്പ കേൾക്കുന്നില്ലെങ്കിലും ഉമ്മ കാണുന്നില്ലെങ്കിലും അവരൊക്കെ എവിടെയാണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ റൂമിലാണെങ്കിലും ഞാൻ തെറ്റ് ചെയ്തുകൂടാ. കാരണം എന്നെ സദാ നിരീക്ഷിക്കുന്ന റഖീബാണ് അല്ലാഹ്. എന്നെ എല്ലാം കേൾക്കുന്ന സമീആണ് അല്ലാഹ്. എന്നെ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന ബസീറാണ് എൻ്റെ റബ്ബ്. അപ്പം ഞാൻ തെറ്റും ചെയ്യൂല. തെറ്റ് ചെയ്യാൻ എനിക്ക് കഴിയൂല. എന്താ കാരണം? എൻ്റെ റബ്ബ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ജീവിത വിശുദ്ധിയും ഉണ്ടാകും, എൻ്റെ വിശ്വാസ വിശുദ്ധിയും എനിക്ക് നേടും. ഏത് പഠനത്തിലൂടെ? അസ്മാഉൽ ഹുസ്ന പഠനത്തിലൂടെ. ഇത് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബിൻ്റെ നാമങ്ങളൊക്കെ അതിൻ്റെ പദാർത്ഥങ്ങൾ പഠിക്കുക, അർത്ഥം പഠിക്കുക, ആശയം എന്തൊക്കെയാണെന്ന് പഠിക്കുക. അതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ടുന്ന മാറ്റങ്ങൾ ഏതൊക്കെ വിധത്തിൽ എന്ന് പഠിക്കുക. അങ്ങനെയാണ് ഉലമാക്കൾ അസ്മാഉൽ ഹുസ്നയെ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ളത്. അത് നമ്മൾ പഠിക്കണം, കുടുംബസമേതം പഠിക്കണം, നമ്മളെല്ലാവരും പഠിക്കണം. അതിലൂടെയാണ് നമ്മൾ അള്ളാഹുവിനെ ശരിക്കും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അപ്പം നമുക്ക് തവക്കുലുണ്ടാകും, നമുക്ക് റബ്ബിനെക്കുറിച്ചുള്ള ഒരു ദൃഢമായ ബോധമുണ്ടാകും, അവനിൽ ബരമേൽപ്പിക്കുവാനുള്ളൊരു കരുത്തുണ്ടാകും, ഭീരുത്വത്തിൽ നിന്ന് രക്ഷപ്പെടും. ഇതെന്താ നമ്മുടെ മക്കൾ ആത്മഹത്യയിലേക്ക് പോകുന്നത്? എന്താണ് ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഭർത്താവ് എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് പെണ്ണ് വേഗത്തിൽ അവിടെ നിന്ന് പിരിഞ്ഞു പോരുന്നത്? അതല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത്? അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ ജീവിതത്തെ ഫേസ് ചെയ്യാൻ കഴിയാതെ അവർ തളർന്നു പോകുന്നത് എന്തുകൊണ്ടാ? മരിക്കുകയാണ്. എനിക്ക് നിറല്ല എന്ന് പറഞ്ഞു എന്നാണ് ഒരു കുട്ടി ആത്മഹത്യ ചെയ്യാണ്ടായ കാരണം, അല്ലേ? ഒരു മുസ്ലിം പെൺകുട്ടിയല്ലേ, മറ്റു മതക്കാരുടെ അവിടെ നിൽക്കട്ടെ. മുസ്ലിം കുട്ടികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെറുപ്പത്തിലെ കേട്ട് വളർന്ന മക്കൾ വെറുതെ താരാട്ടുപാട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടതല്ലാതെ റബ്ബിൽ തവക്കുലാക്കേണ്ടത് എങ്ങനെ? അവൻ്റെ ഖദാ ഖദറിൽ വിശ്വസിക്കേണ്ടത് എങ്ങനെ? നമുക്ക് കിട്ടിയില്ല, നമ്മുടെ മക്കൾക്ക് കിട്ടിയില്ല. നിനക്ക് നിറല്ല, നിനക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് ഒരു ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബങ്ങളും പറഞ്ഞതോടുകൂടി പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. സുബ്ഹാനല്ലാഹ്. എവിടേക്കാണ് നമ്മുടെ മക്കൾ പോകുന്നത്? എവിടേക്കാണ് നമ്മുടെ മക്കൾ പോകുന്നത്? ആത്മഹത്യ ചെയ്യുകയാണ്. നിരന്തരം ആത്മഹത്യാ വാർത്തകൾ കേട്ട് നമ്മുടെ മനസ്സുകൾ പോലും മരവിച്ചുപോയി. തവക്കുലില്ല. റബ്ബിനെക്കുറിച്ചുള്ള ഈമാനിനെക്കുറിച്ച് പഠിക്കാൻ അവർക്ക് റബ്ബിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, അവർ കേട്ടിട്ട് പോലുമില്ല. കാരണം എന്താ? മദ്രസ പഠനമില്ല. മദ്രസ പഠനം പണ്ടൊക്കെയുള്ള അത്ര പോലും ഇന്നില്ല. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ, എൻ്റെയൊക്കെ പ്രായക്കാർ, നിങ്ങളുടെയൊക്കെ ആ കുഞ്ഞുനാൾ ഓർത്തു നോക്ക്. നമ്മളൊക്കെ കൃത്യമായി ഒരു നേരം മദ്രസയിൽ എല്ലാ സമയത്തും പോയി. ഇന്നത് ചുരുങ്ങി ആഴ്ചയിൽ 1-2 ദിവസമായി. അത് തന്നെ എത്ര കുട്ടികളാണ് പോകുന്നത്? ഉമ്മാരോട് മക്കൾ ഒരുപാട് 100 കാരണങ്ങൾ പറയും. എനിക്ക് പഠിക്കാനുണ്ട്, അവിടെ ട്യൂഷന് പോകണം, അവിടെ ഓവർ ടൈം ഉണ്ട്, അവിടെ ഇതുണ്ട്. മദ്രസ ഒഴിവാക്കും. സ്കൂളിൽ പരീക്ഷ ഏതാ കട്ട് ചെയ്യുക? മദ്രസ കട്ട് ചെയ്യും. ഒരു ടൂറിന് പോകണം, കല്യാണത്തിന് പോകണം, സ്റ്റഡി ടൂറുണ്ട്, പാർക്കിൽ പോകണം,
കുടുംബത്തെ സന്ദർശിക്കാൻ പോകണം, ഏതാ ഒഴിവാക്കാൻ നല്ലത്? മദ്രസേൻ്റെ ഒഴിവാക്കാം. അങ്ങനെ മദ്രസ പഠിക്കണില്ല. മദ്രസ പഠനത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോവുകയാണ്. ചെറുപ്പം തൊട്ട് നമ്മുടെ കുട്ടികൾ അള്ളാനെ അറിയണ്ടേ, റസൂലുള്ളാഹിനെ അറിയണ്ടേ, സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്തിനെ അറിയണ്ടേ? നമുക്കതിനെന്ത് മാർഗങ്ങളാ ഉള്ളത്? ഇതൊക്കെ അല്ലാതെ. അതുകൊണ്ട് തന്നെ മദ്രസാ വിദ്യാഭ്യാസത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന വല്ലവരും എൻ്റെ ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കളിലുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് അത് നൽകിയേ പറ്റൂ. ചെറുപ്പത്തിൽ കിട്ടേണ്ടത് ചെറുപ്പത്തിൽ കൊടുത്തേ പറ്റൂ. മദ്രസയിൽ കൂട്ടമായി പറഞ്ഞേക്കാൻ സംവിധാനങ്ങളില്ലേ? സ്വകാര്യമായി ഒരു അധ്യാപകനെ വെച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ടെങ്കിലും ചെറുപ്പം നാളിൽ തന്നെ നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ടത് കിട്ടണം. കിട്ടാതെ അവർ ടീനേജുകാരായാൽ ഒരു 13 to 19 പ്രായത്തിലെത്തുമ്പോൾ അവർ സെക്കൻഡറി തലം ക്ലാസ്സുകളിലേക്ക്, കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കുമൊക്കെ എത്തിപ്പെടുന്ന കാലമാണ്. അവിടെ അവരെ കാത്തിരിക്കുന്നത് അധാർമികതയുടെ ചെളിക്കുണ്ടുമായിട്ടാണ്. അതിലേക്കാണ് അവർ പോയി വീഴുന്നത്. കുറച്ചെങ്കിലും ഒന്ന് തടയിടുന്ന വിധത്തിൽ ചെറുപ്പത്തിലേ കിട്ടിയ ഒരു ഈമാനികമായ നനവും കുളിരും അവിടെ ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ പെട്ടെന്ന് അതപ്പതിച്ചു പോകും. ഏതൊരു കോളേജിൻ്റെയും സ്കൂളിൻ്റെയും കവാടത്തിൻ്റെയും പരിസരത്തിൻ്റെയും അരികിലൂടെയാണ് രക്ഷിതാക്കളെ ഇന്ന് നമുക്ക് തല ഉയർത്തിപ്പോകാനാകുന്നത്? പോകാൻ കഴിയുന്നില്ല. കെട്ടിപ്പിടിച്ചു ഉമ്മ വെക്കുന്നു, പരസ്യമായി കൈകോർത്ത് നടക്കുന്നു, മടിയിലിരുത്തുന്നു. ബസ്സുകളിൽ അവർ ചെയ്യുന്ന പേക്കൂത്തുകൾ കണ്ട് തല താഴ്ത്തേണ്ടി വരുന്നു. സ്റ്റഡി ടൂറുകൾ എന്ന് പറയുന്ന ബസ്സുകളിലേക്ക് നോക്കൂ നിങ്ങൾ. അവിടെ DJ പാർട്ടികളുടെയും വലിയ പിച്ചിലുള്ള പാട്ടും അതുപോലെയുള്ള കാതടപ്പൻ ശബ്ദങ്ങൾക്കും നടുവിൽ അവർ ആടുകയാണ്, അവർ പാടുകയാണ്. അധ്യാപകർക്ക് പോലും ഇന്ന് മക്കളെ നിയന്ത്രിക്കാനാവില്ല. മാഷേ, നിങ്ങൾക്ക് സർക്കാർ ശമ്പളം തരുന്നത് ഞങ്ങൾ ഇത് നടത്തുന്നുണ്ടോ നോക്കാനല്ല, നിങ്ങൾ സമയമാകുമ്പോൾ ക്ലാസ്സിൽ വന്ന് പഠിപ്പിച്ചാൽ മതി. സദാചാര പോലീസ് ചമയേണ്ട, കേസ് കൊടുക്കും, നിങ്ങൾ ഉള്ളിലാകും. മാഷോട് കുട്ടികൾ പറയണതാ. ഒരു രക്ഷിതാവ് ഒരു കുട്ടി പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു സ്കൂൾ ഹെഡ് മാഷോട് പറഞ്ഞില്ലേ, പുറത്താണ്ട് എത്തിയാലും മാഷ നിങ്ങളെ തീർത്ത് കളയും, നിങ്ങൾക്ക് ഇന്നെ അറിയില്ല. ഇത് നമ്മൾ കേരളം കണ്ടില്ലേ? മാഷോടാ പറയണത്, ഗുരുവര്യനോടാ പറയണത്. ഏത് ഭാഷ പഠിപ്പിക്കുന്ന ആളാവട്ടെ, ഗുരുനാഥനല്ലേ, എന്താ പറഞ്ഞത്? ഫോണ് വാങ്ങി വെച്ചതിന് പറഞ്ഞതെന്താ? പുറത്ത് കിട്ടിയാൽ തീർത്ത് കളയും, നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം അറിയില്ല. ഇതൊക്കെ കേട്ടുകേൾവിയുണ്ടോ സഹോദര? എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ആരെയാ പേടിക്കേണ്ടത്? ആരാണ് പേടിപ്പിക്കേണ്ടത്? അവിടെയാണ് നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ പ്രസക്തി വരുന്നത്. റബ്ബിനെക്കുറിച്ചുള്ള ദൃഢമായ വിശ്വാസം സ്വന്തം മനസ്സിൽ വന്നാലല്ലാതെ ഒരാൾക്കും ഒരാളെയും കൺട്രോൾ ചെയ്യാൻ സാധ്യമാകാത്ത ഒരു യുഗത്തിലും ഒരു കാലഘട്ടത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. മോനെ, ആര് കാണുന്നില്ലെങ്കിലും മായകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും വലാ അദ്നാ മിൻ ദാലിക വലാ അക്സറ ഇല്ലാ ഹുവ മഅഹും. അത് നമ്മുടെ മക്കൾക്ക് കിട്ടണം, എനിക്ക് കിട്ടണം, നിങ്ങൾക്ക് കിട്ടണം, നമ്മുടെ കുടുംബത്തിലെ ഓരോ മെമ്പർക്കും കിട്ടണം. നിങ്ങൾ 3 ആളാണോ? 4-ാമനായി അള്ളണ്ട്. നിങ്ങൾ 5 ആളാണോ? 6-ാമനായി അള്ളണ്ട്. നിങ്ങൾ 1 ആളാണോ? 2-ാമനായിട്ട് അള്ളണ്ട്. നിങ്ങൾ എത്ര ആളായാലും അള്ളുണ്ട് കേട്ടോ, അള്ള കാണുന്നുണ്ട് കേട്ടോ, അള്ള കേൾക്കും കേട്ടോ. ആ ഒരു ബോധം സ്വന്തം മനസ്സിൽ എത്രത്തോളം വരുത്താൻ സാധിക്കുന്നോ അത്രയും രക്ഷപ്പെടും. അതല്ലാതെ എത്രയാണ് നമ്മുടെ മക്കളുടെ പിന്നാലെ, ഭാര്യയുടെ പിന്നാലെ, ഭർത്താവിൻ്റെ പിന്നാലെയൊക്കെ മക്കൾക്കോ ഭാര്യക്കോ ഭർത്താവിനോ ഒക്കെ അങ്ങനെ നടക്കാൻ പറ്റുമോ? ഇയാൾ എന്താ ചെയ്യുന്നത്, ഇയാൾ എന്തൊക്കെ കാണുന്നത്, ഇയാൾ ആരോടൊക്കെ ചാറ്റ് ചെയ്യുന്നത്, ഇയാൾ ആരോടൊക്കെ സംസാരിക്കുന്നത്, ഇയാൾ ആരുമായൊക്കെ കോൾ ചെയ്യുന്നത്, ആർക്കാണ് നിയന്ത്രിക്കാൻ കഴിയുക? അവിടെയാണ് ഈമാനിക നിയന്ത്രണം സ്വയം ഓരോരുത്തരിലും ഉണ്ടാകാൻ. ഓരോരുത്തരും അല്ലാഹുവിനെ ഭയപ്പെടുക. അതല്ലാതെ യാതൊരു മാർഗവും കേട്ടോ. ഒരു മാർഗം ഉണ്ടെന്ന് ആരും സ്വപ്നം കാണണ്ട. ഇതേ വഴിയുള്ളൂ, ഇതേ മാത്രമേ വഴിയുള്ളൂ. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെയാണെങ്കിലും നീ അല്ലാഹുവിനെ സൂക്ഷിച്ചോ. എവിടെയാണെങ്കിലും വഹുവ മഅക്കും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ സദാ നിങ്ങളുടെ കൂടെയാണ്. നിങ്ങളെ കാണുകയാണ്, കേൾക്കുകയാണ്, അറിയുകയാണ്, നിരീക്ഷിക്കുകയാണ്. ഇത് നമ്മൾ ഓരോരുത്തരും ഈ വിശ്വാസം ആർജിച്ചെടുക്കാൻ അള്ളാനെ ശരിക്ക് പഠിക്കലല്ലാത്ത മറ്റു യാതൊരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം.
നമ്മുടെ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ നമ്മൾ വെഞ്ചേറ്റേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. നമ്മൾ ശരിയാവാൻ ഇതല്ലാതെ മാർഗമല്ല. ഒരു പോലീസും ഒരു പട്ടാളവും ഒരു അധികാരവും ആരും ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് നന്നാവാൻ ഇത് മാത്രമേ മാർഗമുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു മാർഗത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകലാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഭൗതിക ലോകത്ത് നമ്മൾ നമ്മുടെ മക്കളെ ഏതും പഠിപ്പിച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവർ അള്ളാനെ മറക്കരുത്. ഭൗതിക ലോകത്തുള്ള ഏത് കാര്യം പഠിച്ചാലും അതുകൊണ്ടുള്ള ഉപയോഗം മരണം വരെയാണ്, മാക്സിമം കിട്ടിയെങ്കിൽ. അതന്നെ എത്രയോ കൊല്ലം പഠിച്ച് ചെലവഴിച്ച വലിയ വലിയ പ്രൊഫഷണൽ സ്റ്റുഡൻസൊക്കെ വെറുതെ അങ്ങനെ നടക്കുകയാണ്, ഒരു ജോലിയും കിട്ടാനില്ല. അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ചുള്ള പഠനമോ മരണം മുതൽക്ക് അതിൻ്റെ ഉപകാരം ജീവിതകാലത്ത് മുഴുവനും ഉപകാരമുണ്ട്. മരിക്കുന്ന നേരത്ത്, ഖബറിൽ, പരലോകത്ത് ഒക്കെ ഇതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതിനാ പ്രാധാന്യം? ഏതാണ് വേണ്ടത്? അത് തീരുമാനിക്കണം രക്ഷിതാക്കൾ. നമ്മുടെ മക്കൾ എത്ര പേര് നമ്മുടെ കൂടെയുണ്ട്? നമ്മൾ പറയുന്ന ആദർശം അവർക്ക് എത്ര പേർക്കറിയാം? നമ്മളിപ്പോൾ ഒരു മക്കളെ വിളിച്ചിട്ട് പറയണ, മോനെ ഇതാ ഒന്നൊരു വഴുതും കിട്ടോ, ഒരു പ്രഭാഷണം കിട്ടോ, നമുക്ക് പോവുക. അപ്പോൾ ചില മക്കൾ പറയണേ, അത് ഉപ്പാക്കും മാക്കുള്ളതല്ലേ, നിങ്ങൾ പോയിക്കോളി. അതുപോലെ തന്നെ മക്കളെ വിളിച്ചിട്ട് പറയാണ്, മോനെ എവിടെ വന്ന? അപ്പോൾ തന്നെ മോന് മനസ്സിലായി വാപ്പ എന്തോ ഉപദേശിക്കാൻ വിളിക്കാണ്. മുപ്പരിങ്ങനെ ഭയങ്കര ഗൗരവത്തിലിങ്ങനെ വന്ന് നമ്മളെ മുമ്പിൽ നിൽക്കുകയാണ്. പറയുള്ള എന്താ ചെയ്യും, പറഞ്ഞോളി, തുടങ്ങിക്കോളി. അപ്പോൾ വാപ്പ ഇങ്ങനെ, മോനെ എങ്ങനെയൊന്നും ജീവിക്കല്ലേ, ഇങ്ങനെയൊക്കെ ഈ കാലത്ത് പറ്റുമോ? ഒക്കെ അങ്ങനെ കഴിഞ്ഞു പോട്ടെ എന്നാൽ പോയി. വാപ്പ പറഞ്ഞത് ഒന്നും അവൻ ഉൾക്കൊണ്ടില്ലാന്ന്. അവസാനം എന്തെങ്കിലും പറഞ്ഞാൽ പറയും, നിങ്ങളെ വർത്താനൊന്നും ഇവിടെ പറയണ്ട, നിങ്ങളെ വാക്കൊക്കെ വാപ്പാനോട് പറയും തന്ത വൈബാണ്, ഉമ്മാനോട് പറയും തള്ള വൈബാണ്. ഇത് നിങ്ങളെ കാലിൽ, അത് ഞങ്ങളെ വൈബാണ് എന്നാണ്. ഈ വർത്താനം പറയുന്ന മക്കളായി മുഴുവൻ വീടുകളിലും ആളുകൾ മാറി. എന്തെങ്കിലും പറഞ്ഞാൽ അത് തന്ത വൈബ്, ഉപദേശം കൊടുക്കുകയാണ് അത് തന്തേ. ഇവർക്കൊന്നും ദ്രോഹം തിരിഞ്ഞിട്ടില്ലാന്ന്. മോനെ മുടിയൊന്നും ഇങ്ങനെ കാണിക്കലടാ, കുറേ ഭാഗം ഇങ്ങനെ ചെത്തി വലുതാക്കി അവിടെ അങ്ങോട്ട് വെളുപ്പിച്ച് ഇവിടെ ഒരു കുടുംബ വെച്ച് ഇവിടെ മറ്റേ സ്റ്റൈല് മറിച്ചേ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് മോനെ അങ്ങനെയൊന്നും ചെയ്യല്ലടാ, ഒരു മനുഷ്യന്മാരെ കോലത്തിൽ നടക്ക്. ആ പാക്ക് തന്ത വൈബാണ്. ഓനക്ക് വേറെ ആരുടെ വൈബ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ വൈബ് അവന് കിട്ടിയതുമില്ല. കാരണം നമ്മൾ പോണ ക്ലാസ്സിലല്ല, സ്കൂളിലല്ല അവൻ പഠിക്കണത്. നമ്മൾ കൂടെ കൊണ്ടുവരുന്നുമില്ല. ക്ലാസ്സിന് നമ്മൾ പോന്നു, അവന് നാളെ ക്ലാസ്സില്ലമ്മ, സ്പെഷ്യൽ ക്ലാസ് ഇല്ലേ, ട്യൂഷൻ ഇല്ലേ, എത്രമാത്രം പ്രൊജക്റ്റ് ചെയ്യാണ്ട്, എന്തുമാത്രം സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. എന്നാൽ വാപ്പൻ്റെ ഒട്ടി പോരണ്ട, ഉമ്മൻ്റെ ഒട്ടി അവിടെ ഇരുന്നോ. അവനവിടെ വീട്ടിലിരുത്തി ഉമ്മ ദർസ് സൂറത്തുൽ ബഖറയും സൂറത്തുൻ നൂറും ഒക്കെ പഠിക്കുന്നുണ്ട്, മക്കളോ പഠിക്കണില്ല. എന്നിട്ട് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യും മോളെ എന്ന് പറഞ്ഞാൽ തള്ള വൈബ് തുടങ്ങി. നിങ്ങൾ ആ പണ്ടത്തെ സലഫി മഫ്തിയും ആ വലിയ മോഹം നിക്കാബും ഇന്നെ കിട്ടൂല, അതൊക്കെ പഴഞ്ചന, നിങ്ങളെ വിട്ട് നടന്നാൽ മതി. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എന്താപ്പോൾ എങ്ങനെ നടന്നാലും എന്താപ്പോൾ, നിങ്ങളൊക്കെ ഏത് യുഗത്തിൽ ജീവിക്കേണ്ടവരാ? മക്കൾ വാപ്പാരോടും ഉമ്മാരോടും പറയുകയാണ്. എവിടെയാ പ്രശ്നം? റഹ്മാനായ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കിയില്ല. ആ പരിഹാരം കാണലല്ലാതെ നിവൃത്തിയില്ല രക്ഷിതാക്കളെ. റഹ്മാനായ റബ്ബിനെ അനുസരിക്കണമെന്ന ബോധം വേണം. അവനാണ് കൽപ്പിക്കുന്നവൻ, നമ്മൾ അനുസരിക്കേണ്ടവരാണെന്ന് നമ്മൾ അല്ലാഹുവിനെ കുറിച്ചറിയണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. അല്ലാഹുവിനെ ഓർക്കുന്നവരാണോ, പരലോകം മനസ്സിലുള്ളവരാണോ, ഓർക്കേണ്ടിടത്തെല്ലാം റബ്ബിനെ ഓർക്കുന്ന മനസ്ഥിതിയുള്ളവരാണോ, അവരോടാ പറയുന്നത് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിലാണ് റോൾ മോഡൽ. ഏറ്റവും ഉത്തമമായ മാതൃക അള്ളാഹുവിൻ്റെ റസൂലാണ്. അവിടേക്ക് എത്തണം സുഹൃത്തുക്കളെ. അതിനാവശ്യമായ എന്ത് മാർഗങ്ങൾ ഇന്നു മുതൽ ചെയ്യാൻ പറ്റുമോ അതെല്ലാവരും ചെയ്യണം. അതാണ് ഏറ്റവും പ്രാധാന്യപൂർവ്വം എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. ഇനി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദിക്റുകൾ പതിവാക്കണം. രണ്ടാമത്തെ കാര്യം ഞാൻ പറയും, അസ്മാഉൽ ഹുസ്ന പോലെ ദിക്റുകൾ പതിവാക്കണം. കുടുംബസമേതം എല്ലാവരും അത് ചൊല്ലിന് ഉറപ്പുവരുത്തണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ദിക്റാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഉറങ്ങുന്നത് വരെ ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. ആ ദിക്റുകളും ദുആകളുമൊക്കെ പറയാൻ പഠിക്കണം, തെറ്റുകൂടാതെ. കാരണം അറബി ഭാഷയുടെ പ്രത്യേകത, അക്ഷരമൊന്ന് പിഴച്ചാൽ ആശയം തന്നെ തകരും. അതുകൊണ്ട് അക്ഷരത്തെറ്റില്ലാത്തത് മനപ്പാടാക്കണം.
എന്നിട്ട് അതിൻ്റെ അർത്ഥം പഠിക്കണം, ആശയം പഠിക്കണം. അങ്ങനെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പകലിലും രാത്രിയിലും ഒരിക്കലെങ്കിലും ചൊല്ലണം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനീ വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു. അങ്ങനെ തുടങ്ങുന്ന ആ പ്രാർത്ഥന നമ്മുടെ തൗഹീദ് ഉറക്കും, ഈമാൻ ഉറക്കും. അവിടെ നമ്മുടെ വിശ്വാസം പതറൂല, ശിർക്കിലേക്ക് പിന്നെ നമ്മൾ പോകൂല. അത് അർത്ഥമറിഞ്ഞ് ചൊല്ലിയാൽ റബ്ബിനെ കുറിച്ചുള്ള പേടി നമ്മുടെ മനസ്സിൽ സദാ ഉണ്ടാകും. എന്താ നമ്മൾ അള്ളാഹിനോട് പറയുന്നത്? അള്ളാഹുവേ, നീ എൻ്റെ യജമാനനാണ്, ഞാൻ നിൻ്റെ വിനീതനായ ദാസനാണ്, ഞാൻ നിന്നെ പേടിച്ചു ജീവിച്ചോളാമെന്ന് കരാറെടുത്തവനാണ്. ആ കരാർ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പാലിച്ച് ജീവിച്ചോളാം അള്ളാഹുവേ. ഇനി എൻ്റെ പോരായ്മകളൊക്കെ ഞാൻ നിൻ്റെ മുമ്പിൽ സമ്മതിക്കുന്നുണ്ട്, പൊറുത്തു തരണേ. കാരണം പൊറുത്തു തരാൻ കഴിവുള്ള ഗാഫിറായിക്കൊണ്ട് നീയല്ലാതെ മറ്റാരുമില്ല. സയ്യിദുൽ ഇസ്തിഗ്ഫാറിൻ്റെ ആശയം ഞാൻ ചുരുക്കി പറഞ്ഞത്. ഇത് ഒരാൾ പകലിലും രാത്രിയിലും ഓരോ തവണ മനസ്സിൽ ഉറപ്പിച്ച് ആശയം ദൃഢമായി ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലിയാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശിയാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുവേ നീ ഞങ്ങളെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തണേ. ആ ദുആയുടെ കടുപ്പം നിങ്ങൾ മനസ്സിലാക്കണം, അതിൻ്റെ മഹത്വം. നാളെ മുതൽ രാത്രിയും പകലും ഓരോ തവണയെങ്കിലും ചൊല്ലാത്ത ഒരാളും ഈ ശബ്ദം കേൾക്കുന്ന ആളുകളിൽ ഉണ്ടാവരുത്. നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം, ഭാര്യയെ പഠിപ്പിക്കണം, ഭർത്താവിനെ പഠിപ്പിക്കണം, അത് ചൊല്ലിന്ന് ഉറപ്പ് വരുത്തണം. വല്ലാത്തൊരു ദുആയാണ്. അതിൽ നമ്മളെ തൗഹീദ് ഉറക്കും, നമ്മളെ ജീവിതം നന്നാകും. അങ്ങനെ ഏത് ദിക്റുകളും പ്രഭാതത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് ഒരൊറ്റ പ്രഭാതത്തിലും ഇത് പറയാത്തൊരു പ്രഭാതം കഴിഞ്ഞു പോയിട്ടില്ല എന്ന ആമുഖത്തോടു കൂടെയാണ് സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വദുനിയായ വഅഹ്ലി വമാലി. اللهم استر عوراتي وآمن روعاتي. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي. മുത്ത് മുസ്തഫ ഇത് പറയാത്തൊരു പ്രഭാതം കഴിഞ്ഞു പോയിട്ടില്ല. ചിന്തിക്ക്, നമ്മുടെ ജീവിതത്തിൽ ഇത് പറഞ്ഞ എത്ര പ്രഭാതമുണ്ടായിട്ടുണ്ട്. എന്തൊക്കെ പയ്യിൽ ചോദിച്ച് ആദ്യം തന്നെ ചോദിക്കുന്നത് ആഫിയത്ത് തരണമെന്നാണ്. ആർക്കും ആഫിയത്ത് വേണ്ടാത്ത? എന്തൊക്കെ പേടിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി, നല്ല ജിം ബോഡിയുള്ളവനാണെങ്കിലും ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് റിസൾട്ട് വരുവോളം നെഞ്ചു പടക്കും. കാരണം നല്ല നല്ല ചെറുപ്പക്കാരെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു. ആഫിയത്ത് ഒരു വലിയ പ്രധാനമാണ്. ഈമാൻ കഴിഞ്ഞാൽ ഏറ്റവും കിട്ടേണ്ട സംഗതി ആഫിയത്താണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കിട്ടാൻ വേണ്ടിയുള്ള തേട്ടാണ്. പിന്നെ റബ്ബേ പാപിയാണ്, അഫ്വ് തരണം, വിട്ടുവീഴ്ച തരണം, ആഫിയത്ത് തരണം, ദുന്യാവിൽ തരണം, ആഖിറത്തിൽ തരണം. ഒരുപാട് പോരായ്മയുള്ള മനുഷ്യനാണല്ല, മൂടി വെക്കണം. പോരായ്മകൾ മാലോകരറിയാതെ മൂടി വെക്കണം. ദുന്യാവിൽ മൂടി വെക്കണം, ആഖിറത്തിൽ മൂടി വെക്കണം. ഒരുപാട് കാര്യങ്ങൾ പേടിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ആ പേടിയിൽ നിന്നൊക്കെ എനിക്ക് നിർഭയത്വം തരണം. ഇനി അടുത്ത ചോദ്യം എന്താണെന്നറിയോ? മുന്നിലൂടെ വരുന്ന ഒരുപാട് അറ്റാക്കുകളുണ്ട് എനിക്ക്. പല വിധത്തിലാവാം, ആക്സിഡൻറ്റിൻ്റെ രൂപത്തിലാവാം, പല വിധത്തിൽ മുന്നിൽ നിന്ന്, പിന്നിൽ നിന്ന്, വലതുവശത്തിലൂടെ, ഇടതുവശത്തിലൂടെ, മുകളിൽ നിന്ന്, ഭൂമിക്കടിയിൽ നിന്ന്, എവിടുന്നൊക്കെ ആറാലൊരു മാർഗത്തിൽ വരുന്ന അറ്റാക്കുകളിൽ നിന്നും നീ എന്നെ കാത്തുകൊള്ളണേ. ഇത് പടച്ച റബ്ബിനോട് മനസ്സറിഞ്ഞ് പറഞ്ഞ് പുറത്തേക്കിറങ്ങുന്ന, അല്ലെങ്കിൽ തൻ്റെ ജീവിതം അങ്ങനെ ക്രമീകരിക്കുന്ന ഏതൊരു പുരുഷനാണ്, ഏതൊരു സ്ത്രീക്കാണ് നല്ല തൻ്റെ ഇടവും നല്ല ഈമാനികമായ തവക്കുലും നല്ല ദൃഢതയും ഇല്ലാതിരിക്കുക? ആർക്കാ സഹോദരങ്ങൾ? കാരണം നമ്മൾ ഏൽപ്പിക്കേണ്ട ഉന്നത കേന്ദ്രത്തിൽ നമ്മുടെ എല്ലാം അവിടെ ഏൽപ്പിച്ചില്ലേ? എന്താ പിന്നെ പേടിക്കാനുള്ളത്? അതാ നമ്മുടെ ജീവിതത്തിൻ്റെ കരുത്ത്. ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ ദിക്റും വിശദീകരിക്കാൻ എനിക്ക് നേരല്ല, അതിൻ്റെ വേദിയല്ല ഇത്. ദിക്റുകൾ നിങ്ങൾ പഠിക്കണം, അതിൻ്റെ അർത്ഥം പഠിക്കണം, ആശയം പഠിക്കണം. അതിലും നമ്മുടെ തൗഹീദ് ശരിയാവും, നമ്മുടെ അഖീദ വഴക്കൂല, നമുക്ക് തെറ്റിപ്പോകൂല, ജീവിത വിശുദ്ധിയും കൈവരും, ജീവിത വിശുദ്ധിയും കൈവരും. ഓരോ ദിക്റുകളും അതിന് ഉപോത്ബലകമായ നിലക്കാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഏറ്റവും പ്രാധാന്യപൂർവ്വം പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സമൂഹത്തിൽ നിന്ന് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുതൊരിക്കലും. നമ്മളതൊന്നും അറിഞ്ഞില്ലാന്ന് നടിക്കരുത്.
നമ്മൾ പരിചയപ്പെടണം, നമ്മുടെ മക്കൾ പരിചയപ്പെടുത്തണം. എന്താ പ്രശ്നം? ഇവിടെ ശിർക്കിൻ്റെ ഓരോ വഴികൾ സമൂഹത്തിൽ തഴച്ച് വളരുകയാണ്. പല ആളുകളും പണ്ടൊക്കെ വിചാരിച്ചു വിദ്യാഭ്യാസമാണ് കൊടുത്താൽ മതി, ജനങ്ങളൊക്കെ അന്ധവിശ്വാസത്തിൽ നിന്ന് മാറുന്നിരുന്നു. ആ കാലം പോയി. ഏറ്റവും വലിയ വിദ്യാഭ്യാസമുള്ളവനെന്ന് പറയുന്നവനാണ് തുണി ഉരിഞ്ഞ ബാബമാരുടെ മുമ്പിൽ പോയി കൈകൂപ്പി നിൽക്കുന്നത്. വലിയ ജഡ്ജിമാർ, വലിയ അഡ്വക്കറ്റുമാർ, വലിയ ശാസ്ത്രജീവികളെന്ന് പറയുന്നവർ, ബുദ്ധിജീവികളെന്ന് പറയുന്നവർ തുണി ഉരിഞ്ഞ ബാബമാരുടെ മുമ്പിൽ പോയി നമ്രശിരസ്കരായി അവർ കൈകൂപ്പി നിൽക്കുന്നു. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല. അള്ളാനെ അറിയേ, മഅരിഫത്തുൽ അബ്ദി റബ്ബഹു. ഇത് പഠിക്കാതെ രക്ഷല്ല. റബ്ബ്, റസൂല്, ദീന്, ഇത് പഠിക്കാതെ രക്ഷല്ല. ഈ സെക്കൻഡിൽ ഈ പറയുന്ന ഞാനോ നിങ്ങളോ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾ നമ്മളെ ഉടനെ കുളിപ്പിച്ച് വൃത്തിയാക്കി കഫൻ ചെയ്ത് ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ അവർ പിരിഞ്ഞു പോരുന്ന ഏതാനും മണിക്കൂറുകൾ, മിനിറ്റുകൾക്കുള്ളിൽ അവിടെ വരും പരീക്ഷ നടത്തുവാൻ ചില ഉദ്യോഗസ്ഥന്മാർ, മുൻകർ നക്കീർ. ആ രണ്ട് മലക്കുകൾ വന്നിട്ട് ആദ്യം ചോദിക്കുന്ന ചോദ്യം, മൻ റബ്ബുക്ക്, എൻ്റെ റബ്ബാര്, ഏതായിരുന്നു എൻ്റെ ദീന്, റസൂലുള്ളാഹിനെ കുറിച്ച് നിനക്ക് എന്തറിയാം, മുഹമ്മദുൻ അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഈ മൂന്ന് ചോദ്യങ്ങളാണ് ഞാനോ നിങ്ങളോ ആണോ പെണ്ണോ ആരാവട്ടെ ഇന്നാണ് മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ ആ വരുന്ന ആദ്യത്തെ മൂന്ന് ക്വസ്റ്റ്യൻ. ചിന്തിക്ക്, ഈ ഫാമിലി കോൺഫറൻസിൽ ഇരിക്കുന്ന ഞാനും നിങ്ങളും ചിന്തിക്ക്, റബ്ബേ ഇന്ന് ഞാൻ മരിച്ചാൽ എന്നെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ മലായിക്കത്തുകൾ വന്ന് ഈ മൂന്ന് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം പറയാൻ കഴിയുമോ? എന്താ എൻ്റെ നിലവാരം? അവിടെ മൂക്കിനായ മനുഷ്യന്, മുഅ്മിനായ മനുഷ്യനെ മറുപടി പറയാനാകൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മൽ മുനാഫിഖു, ഞാൻ നേരത്തെ പറഞ്ഞ അവിൽ മുർതാബ്, മുനാഫിഖോ സംശയാലുവായിട്ട് ഇങ്ങനെ ആടിക്കളിച്ച് ജീവിച്ചവനോ ഒക്കെ ഉത്തരം പറയാൻ കഴിയൂല. അങ്ങനെ തന്നെയാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വിവരിച്ചപ്പോൾ എടുത്തു പറഞ്ഞ വാചകങ്ങൾ. അമ്മൽ മുഅ്മിനു വൽ മൂഖിൻ, മുഅ്മിനും മൂഖിനും അവിടെ മറുപടി പറയും. അമ്മൽ മുനാഫിഖു അവിൽ മുർതാബ്, മുനാഫിഖോ അല്ലെങ്കിൽ മുർതാബോ, സംശയാലുവോ, അവന് മറുപടി പറയാൻ കഴിയൂല. ഇതെല്ലാവർക്കും വരാനുള്ള സംഗതിയാണ്. ഏതോ രാജ്യത്ത് നടക്കാനുള്ള എന്തോ കാര്യമൊന്നുമല്ല. ഞാനും നിങ്ങളും അഭിമുഖീകരിക്കേണ്ട നിർബന്ധ കാര്യമാണ് ഫിത്നത്തുൽ ഖബർ. അതുകൊണ്ട് 5 നേരത്തെ നിസ്കാരത്തിലും വിരമിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹ് മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണേ. കാരണം ഫിത്നത്തുൽ ഖബറാണ് വലിയ പരീക്ഷണം. വലിയ പരീക്ഷ അതാണ്, വലിയ പരീക്ഷണം അതാണ്. ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ ഏൽപ്പിക്കപ്പെടുന്ന കനത്ത പ്രഹരത്തിൽ മനുഷ്യൻ ആർത്ത് അട്ടഹസിക്കുമ്പോൾ ആ അട്ടഹാസം മനുഷ്യരും ജിന്നുകളുമല്ലാത്തവരൊക്കെ കേൾക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കടുപ്പുള്ള ശിക്ഷയാണ്! അങ്ങനെ ഖബറിലൊരു ശിക്ഷയൊന്നുമില്ല എന്നൊക്കെ യുക്തിവാദികളും മതയുക്തിവാദികളും ഒക്കെ പറയുന്നുണ്ട്. സത്യമാണ്. ഇന്ന അദാബൽ ഖബരി ഹഖ്ഖുൻ, ഖബർ ശിക്ഷ സത്യമാണ്. രാത്രി എഴുന്നേൽക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്ന ദിക്റുകളിലുണ്ട് ഈമാൻ ഇങ്ങനെ ദൃഢവൽക്കരിക്കുന്ന ഓരോ കാര്യങ്ങളും. എന്ത്? അദാബുൽ ഖബർ ഹഖ്ഖുൻ, അത് ഹഖ്ഖുൻ, ഇത് ഹഖ്ഖുൻ, അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ. എന്തിനങ്ങനെ പറയിപ്പിക്കുന്നത്? നമ്മളത് മനസ്സിലിങ്ങനെ ഉറപ്പിക്കാൻ. കാരണം അത് ഹക്കല്ല എന്ന് പറയാൻ ശൈത്താന്മാർ ഇവിടെ ധാരാളം ഉണ്ട്. അത് ഹക്കാണ് എന്ന് ഞാൻ എന്നെ അങ്ങനെ പഠിപ്പിച്ചേ പറ്റൂ എല്ലാ ദിവസവും. ആ നിലക്കാകുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം? ഈ സമൂഹത്തിൽ കാണുന്ന പോരായ്മകൾ, ഇവിടെ കാണുന്ന ശിർക്കിൻ്റെ വഴികൾ നമ്മൾ അറിയണം. ഖബറുകൾ കെട്ടിപ്പടുക്കുന്നു. ഒരു മുസ്ലിമിൻ്റെ ഖബർ എത്ര ഉയരമേ ഉണ്ടാകാവൂ എന്ന് ഞാൻ അറിയണം, എൻ്റെ മക്കൾ അറിയണം, ബന്ധപ്പെട്ടവരറിയണം. ഒരു മുസ്ലിമിൻ്റെ ഖബർ ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർത്താൻ പാടില്ല, ആരുതായാലും. ഇസ്ലാമിൻ്റെ നിയമമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. 3 പേരും മദീനയിലെ ഒരൊറ്റ റൂമിനുള്ളിൽ അവരുടെ ഖബറുണ്ട്. അത് കണ്ടവർ പറഞ്ഞത്, ആ 3 ഖബറുകളും ഞങ്ങൾ കണ്ടു, 3ഉം ഭൂമിയുടെ സമനിലപ്പിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർന്നതായി ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ്. ഇസ്ലാം അതാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഉറൂസുകൾ, ചന്ദനക്കുടങ്ങൾ, ആണ്ടുനേർച്ചകൾ, ഖബർ സിയാറത്ത് എന്ന ഓമന പേരിട്ടുകൊണ്ട് ഖബറുകൾ മുത്തൽ, തടവൽ, അവിടെ ചന്ദനത്തിൻ്റെ കലങ്ങളും തലയിലേന്തിക്കൊണ്ട് തവാഫ് ചെയ്യൽ, ഖബറിനെ ചുംബിക്കൽ,
അവിടെയുള്ള എണ്ണ, തിരി, അവിടെ വിളക്ക് കത്തിക്കൽ, 100 കൂട്ടം കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു. അപ്പൊക്കെ നമ്മൾ പറയണത് അതൊക്കെ ഇപ്പോൾ അവിടെ നടന്നോട്ടെ, അതിനൊന്നും ഇപ്പം നമുക്ക് വലിയൊരു താല്പര്യമില്ല. താല്പര്യമില്ലാറുണ്ട് കാര്യമില്ല. ഇതറിയോ എന്താ ഇതിൽ അപകടം എന്നറിയോ? എന്താണ് അവിടെ വരുന്ന ശിർക്ക് എന്താന്ന് പഠിക്കണം. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാണ്. ഇവിടെ നടക്കുന്നതൊന്നും ഞാൻ കണ്ടില്ല എന്ന് നമ്മൾ പറയരുത്. ലോകം മുഴുവൻ അവർ നിയന്ത്രിക്കുന്നു. അവർക്ക് ഉറക്കമില്ല, മയക്കമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനിയൊന്നും പറയാൻ ബാക്കിയില്ല. CM മടവൂര് ഉറങ്ങൂല, മയങ്ങൂല, മൂപ്പർക്ക് ക്ഷീണമല്ല. കാരണം എന്താ? ഉറങ്ങിയാൽ എന്താ കുഴപ്പം? വിമാനം കൂട്ടിമുട്ടും. മൂപ്പരൊന്ന് മയങ്ങിയാൽ എന്താ കുഴപ്പം? കപ്പൽ മുങ്ങും. മൂപ്പരിക്കൊരു ക്ഷീണം ബാധിച്ചാൽ എന്താ കുഴപ്പം? ബിൽഡിങ്ങൊക്കെ തകരും. കാരണം മൂപ്പരിങ്ങനെ വളരെ ജാഗ്രതയോടുകൂടെ അങ്ങനെ അവിടെ അങ്ങനെ മടവൂരിലെ ഖബർ കടന്നിട്ട് മൂപ്പര് ലോകം ഇങ്ങനെ നിയന്ത്രിക്കുകയാണ്. ഈ സമുദായത്തിൻ്റെ വിശ്വാസമാണ്. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. അള്ളാഹിനെ കുറിച്ചേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ പച്ചയായി പറഞ്ഞു മൂപ്പരിക്ക് ഉറക്കില്ല, മയക്കില്ല. മയങ്ങിയവരും ഉറങ്ങിയാലൊക്കെ ഈ സംഭവമൊക്കെ നടക്കും. ഇപ്പൊ കൊറിയൻ്റെ ഫ്ലൈറ്റ് തകർന്നിട്ടുള്ളൂ, മൂപ്പര് ഉറങ്ങിയേക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, എവിടേക്കായി ഇത് എത്തിപ്പെടുന്നത്. എന്നിട്ട് ഞാൻ പറയാം, എനിക്ക് ഈ വക കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല, അതൊക്കെ നിങ്ങൾ പറഞ്ഞോളി. നിങ്ങൾ ആ വക ക്ലിപ്പൊന്നും കാണിക്കലിട്ടോ, വേറെന്തൊക്കെ പറയേണ്ടത്. ഇതൊക്കെ കാണിക്കണം, ഇതൊക്കെ കേൾപ്പിക്കണം. ഈ സമുദായം വീണ് കിടക്കുന്ന പടുകുഴിയുടെ ആഴം അറിയണം. നമ്മുടെ ഉമ്മ പെങ്ങന്മാര്, സഹോദരീ സഹോദരങ്ങൾ ഇതൊക്കെ വിശ്വസിച്ച് നടക്കുകയാണ്. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ചിരി വരുന്നുള്ളൂ. ഇതൊക്കെയാണ് എന്ന് പറയുമ്പോൾ ഭവ്യതയോടെ ഇരിക്കുന്നവരുണ്ട്. അല്ലാ, ബഹുമാനപ്പെട്ടവർ ആരാണല്ലേ? ഒന്നും മുണ്ടണ്ട, ഒരു നിസ്കരിച്ചിലയിലും മുണ്ടണ്ട, കുരുത്തക്കെട് കെട്ടും. ഒരു കള്ളുടിക്കുന്നുണ്ടാലും പ്രശ്നമില്ല. കാരണം കള്ളിങ്ങനെ നമുക്ക് തോന്നുകയാണ്, വായിൽ കണ്ടെത്തുമ്പോഴേക്ക് ഇത് അസലം മുസഫ, ശുദ്ധ തേനാക്കാൻ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹ്ക്ക് കഴിവില്ലേ? അതെന്നെ ശരിയെന്ന് പറയും കുറേ ആൾക്കാർ. ഇങ്ങനെ സമൂഹത്തിൽ നടക്കുമ്പോൾ നമ്മൾ പറയാ, എനിക്കിതിനോടൊന്നും താല്പര്യമില്ല, നിങ്ങൾ വേറെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാൻ കേൾക്കാം. ഈ സമുദായം എവിടെയാ എത്തിയത്? ഇനി എന്താ പറയാൻ ബാക്കി? അള്ളാഹിനെ കുറിച്ച് പറയും. ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം CM മടവൂരാ കൊടുക്കുന്നത്. ഷുഗർ വന്നിട്ട് കണ്ണിൻ്റെ കാഴ്ച പോയിട്ട് അങ്ങനെ കിടന്ന് ഒരു മനോരോഗിയായൊരു പാവ മനുഷ്യനാണ് CM മടവൂര്. ഞാൻ പറയണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരൻ്റെ നേരെ മുമ്പിലിരിക്കുന്നുണ്ട്, സ്വന്തം കുടുംബത്തിലെ ആൾ. ഇവിടെ നാലോചിച്ച് എന്നിട്ട് മൂപ്പരുമാണ് ലോകം മൊത്തം കൺട്രോൾ ചെയ്യുന്നത്, എല്ലാം കൺട്രോൾ ചെയ്യാണ്. ഇത് നമ്മൾ അറിയണം. ഈ വിശ്വാസത്തിൽ പെട്ടുപോയവരെ രക്ഷപ്പെടുത്താനാണ് നമ്മുടെ ഫാമിലി കോൺഫറൻസും ഗണ്ണന പ്രസംഗങ്ങളും സംവാദങ്ങളും പൊതു ക്ലാസ്സുകളും ഖുർആൻ ക്ലാസ്സും ഹദീസ് ക്ലാസ്സും ഒക്കെ നമ്മുടെ വിശ്വാസം ശരിയാവണം. വിശ്വാസത്തിൽ മാലിന്യം കലർന്നവരുടെ വിശ്വാസത്തെയും ശരിയാക്കണം. നമ്മുടെ കർമ്മം ശരിയാവണം, എൻ്റെ സഹോദരങ്ങളുടെയും കർമ്മം ശരിയാവണം. നമ്മുടെ സംസ്കാരം ശുദ്ധമാവണം, നമ്മുടെ സഹോദരങ്ങളുടെ സംസ്കാരവും ശുദ്ധമാവണം. ഇതിനായി ഈ പരിപാടികൾ. അല്ലാതെ ഇവിടെ ഇങ്ങനെ വേറെ ആർക്കും ഒരു തൊഴിലുമില്ല, അവരിങ്ങനെ നിന്നിങ്ങനെ പ്രസംഗിക്കുക. ഒരു കൂട്ടർ ഒരു ദിവസം പ്രസംഗിക്കും, മറ്റൊരു മറ്റേ ദിവസം പ്രസംഗിക്കും. ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ. പിന്നെ യൂട്യൂബിൽ നമ്മൾ എന്തെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ പറയും, അത് ശരി, നിങ്ങൾക്കല്ല വരുമാനം ഉണ്ടല്ലേ. കുറേ ആൾക്കാരുടെ ധാരണ അങ്ങനെ, ഈ യൂട്യൂബിൽ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ വരുമാനം കേട്ടോ, എത്ര സബ്സ്ക്രൈബർ, എത്ര എന്ന് എണ്ണിയാക്കിയ എന്തായിരിക്കില്ലേ, എത്ര ഇരിക്കില്ലേ ഒരു മാസം. എന്നാൽ നിങ്ങൾക്കറിയാം, എനിക്ക് ഇവിടെ ഇരിക്കുന്ന റഫീഖ് സലഫിക്ക് ഇങ്ങനെ ഒരുപാട് നമ്മുടെ പ്രബോധകന്മാർക്ക് യൂട്യൂബ് സൈറ്റുകളുണ്ട്, യൂട്യൂബിൽ ചാനലുകളുണ്ട്. ഒരു പൈസ വരുമാനം വരുന്ന എല്ലാ സംവിധാനവും നമ്മളൊക്കെ ഓഫാണ്, ആർക്കും അതിലൊന്നും വരുന്നില്ല. ഞാൻ അത് വിചാരിച്ചിട്ട് ആരും ഷെയർ ചെയ്താൽ മൂപ്പർക്ക് 5 പൈസ കിട്ടുമെന്ന് അസൂയപ്പെട്ടിട്ട് ഷെയർ ചെയ്യാതിരിക്കേണ്ട, അതിന് ഷെയർ ചെയ്യാതിരിക്കേണ്ട. ഇത് നമ്മളെ ദീനായി പറയുന്നത്, ഇത് അള്ളാൻ്റെ ദീനാണ് ഈ പറയുന്നത്. വേണ്ടവർക്ക് കേൾക്കാം, വേണ്ട കേൾക്കണ്ട, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് വാങ്ങനുണ്ട് എന്ന് പറയരുത്. അപ്പോൾ സഹോദരങ്ങളെ, ഇത് എന്തിനാണ് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇത്രയും ഇത് ഗൗരവത്തോടെ പറയുന്നു. ഒരുപാട് ആളുകൾ ചിലരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറയുന്ന വർത്തമാനങ്ങളപ്പോൾ ഞാനീ പറയണമൊക്കെ ഇത് വേറെ പണിയൊന്നുമില്ലേ. നിങ്ങൾ പറയുന്നിടത്തോളം ഇതൊക്കെ കൂടുകയാണല്ലോ, ആയിക്കോട്ടെ, ഇനിയിപ്പോൾ എന്താ പറയുന്നിടത്തോളം കൂടിക്കോട്ടെ. നമ്മൾ പറഞ്ഞിട്ട് കാസർഗോഡ് ഒരു ജാറത്തിൻ്റെ തോട്ടം തന്നെ പൊളിച്ചും പോയിട്ടുണ്ട്, അതും നിങ്ങളറിയണം. കാസർഗോഡ് ഒരു കബർ തോട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആലോചിച്ച് നോക്ക്, ചെർക്കളയിൽ കാസർഗോഡ് ജില്ലക്കാരോട് ചോദിക്കുക, ഇവിടെ ഉണ്ടാവും.
ചെർക്കളയിലൊരു ഖബർ തോട്ടായിരുന്നു. അവിടെ എല്ലാ ദിവസവും ഖബർ ഇങ്ങനെ ബിൽഡിങ്ങിൽ മറ്റേ എഞ്ചിനീയർമാർ വന്നിട്ട് ഇങ്ങനെ പ്ലാൻ വരക്കും പോലെ വരച്ചിരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് അതുവരെ ഒരു ഖബറുണ്ട്. ഓരോരുത്തർക്കും പേര്. ഒന്ന് സൈനബാബി ഇപ്പോൾ അവിടുന്ന് മദീനത്ത് നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടിക്കണ്, മറ്റേത് മക്കത്ത് നിന്ന് പുറപ്പെട്ടിക്കണ്. ചിലർ ചെക്ക് പോസ്റ്റ് കുടുങ്ങിയിട്ടുണ്ട്, ഇപ്പം ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നുണ്ട്. നീളത്ര വീതി ഇത്ര നല്ല ഒന്നാം തരം കളർ മാർബിളൊക്കെ ഇട്ടിട്ടായിരുന്നു അവിടെ പൂജ നടന്നിരുന്നത്. ഇപ്പം നിങ്ങൾ പോയി നോക്കിയേ, ഒന്നും കാണാനില്ല. നല്ലോണം നമ്മളവിടെ അധ്വാനിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രബോധകന്മാരൊക്കെ അവിടെ പോയിട്ട് നല്ലോണം പറഞ്ഞിട്ടാണ് മാറിയത് തന്നെ. പറഞ്ഞാൽ മാറ്റമൊക്കെ ഉണ്ട്. ഇനി മാറ്റം ഉണ്ടായില്ല എന്ന് വിചാരിക്കുക. പറയുന്ന നമുക്ക് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നമുക്കെന്താ നഷ്ടം? അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു, ചില നബിമാർ നാളെ പരലോകത്ത് വരുമ്പോൾ അവരുടെ കൂടെ ആരും ഉണ്ടാവില്ല. ചില നബിമാരുടെ കൂടെ 2 ആളുണ്ടാവും, ചില നബിമാരുടെ കൂടെ 4 ആളുണ്ടാവും. അള്ളാഹിൻ്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞു, ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ ഭൂരിപക്ഷ ആൾക്കാരുണ്ടാവും. അത് അവിടുത്തേക്ക് അള്ളാഹു നൽകിയൊരു ഫضലാണ്. എന്താ ഇപ്പം അതിൻ്റെ അർത്ഥം? നബിമാരുടെ ദഅവത്തിന് ഒരു മോശം ഉണ്ടായിട്ടില്ല. ഒരൊറ്റ അനുയായികളെയും കിട്ടാത്ത നബിയും ഈ ലോകത്ത് പ്രബോധനം നടത്തി വഫാത്തായി പോയിട്ടുണ്ട്. അപ്പം ആളെ കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ ആർക്കും പ്രശ്നമൊന്നുമില്ല. നമ്മൾ പറയേണ്ടത് പറയുക. എനിക്ക് നന്നാണോ ഞാൻ പറയുന്നതോടൊപ്പം എനിക്ക് നന്നാകണോ ഞാൻ നന്നാവുക, കേൾക്കുന്നവർക്ക് നന്നാവണോ നന്നാകുക. ഇല്ലെങ്കിലോ അള്ളാൻ്റെ അടുക്കൽ നമ്മൾ പറഞ്ഞതിന് കൂലി കിട്ടും, ഇഖ്ലാസോടെ പറഞ്ഞതാണെങ്കിൽ. അല്ലെങ്കിൽ അതിനും കൂലിട്ടൂല. ഇതിലപ്പുറം വേറെന്താ അവിടെ സംഭവിക്കാൻ? അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവാസികളെ, നിങ്ങളൊന്നും കണ്ടില്ല എന്ന് നടിക്കരുത്. നിങ്ങൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ, നാട്ടിൽ ഈ നടക്കുന്ന പ്രഭാഷണങ്ങളും പ്രോഗ്രാമുകളും ഖണ്ഡന പ്രസംഗങ്ങളും സംവാദങ്ങളും ഒക്കെ നിങ്ങളും കാണണം, നിങ്ങളും കേൾക്കണം. കല്ലും നെല്ലും വേർതിരിച്ചറിയണം. അതറിയാതെ പറ്റൂല, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ എന്താ, ഓരോരുത്തർ പറയുമ്പോഴേക്ക് ശരിയല്ലേ തോന്നും. വിഷയം കറ തീർത്ത് പഠിക്ക്. എന്താണ് കൃത്യമായി സത്യമെന്ന് പഠിക്ക്. അത് പഠിക്കണം. ആ വിധത്തിൽ സമൂഹത്തിൽ ഉറുക്കുകളും വൈക്കല്ലുകളും മേലസ്സുകളും വർദ്ധിച്ചു വരുന്നു. ഇപ്പം നെറ്റിലൂടെയാണ് അതിൻ്റെ വിതരണം. എത്ര ലക്ഷങ്ങളാണ്. കാസർകോട്ടുള്ള ഒരു സ്ത്രീ ഒരു ഹാജിയാരെ കൊന്നു, അല്ലേ? കേസ് ശരിയാണെങ്കിൽ ഹാജിയാരെ കൊന്നു. എന്തേ ഹാജിയാർ അവിടെ പോയിട്ട് ഇരുന്നെടുത്തത് കൊല്ലാൻ? ഹാജിയാരോട് ഈ പെണ്ണ് പറഞ്ഞു പറ്റിച്ചു, ഹാജിയാരെ നിങ്ങൾ പൊന്നു കൊണ്ടുവരൂ, 100 കൊണ്ടുവന്നാൽ ഞാൻ 200 തരും. പൊന്നെ ഇരട്ടിപ്പിക്കാൻ, സ്വർണ്ണ ഇരട്ടിപ്പിക്കുക. ഹാജിയർ കിട്ടാവുന്നിടത്തോളമൊക്കെ കുടുംബത്തിൻ്റെ ഒക്കെ വാങ്ങിക്കൂട്ടി 596 മറ്റേ സ്വർണത്തിൻ്റെ നിസാബ് പറയണ മാതിരിയ 590 അല്ലെ വെള്ളിയുടെ 596 പവനാണ് കൊണ്ടു കൊടുത്ത്. ഇരട്ടിക്കും എന്ന് പറഞ്ഞു. എന്താ ഇരട്ടിച്ചു? അവസാനം പറഞ്ഞു പൊന്നു വേണമല്ലോ എന്ന് പറഞ്ഞു. അയാൾ ചോദിച്ചു, കുടുംബങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പം പറഞ്ഞു, ഒരു പ്രത്യേകമായ ഒരു മന്ത്രം ശ്രമിക്കാനുണ്ട്, അതതിൻ്റെ ലാസ്റ്റാണ്. അതിന് നിങ്ങൾ ഒറ്റക്ക് വരണം, വെള്ളം ഉടുത്ത് വരും വേണമെന്ന്. ആചാര്യ ചെന്നു. സ്വന്തം വീട്ടിലാണേ, സ്വന്തം വീട്ടിലേക്ക് വരും. ഭാര്യയെപ്പോലും പറഞ്ഞയച്ചു ആ മനുഷ്യൻ. ഒറ്റക്കേ പാടുള്ളൂ എന്ന് മുപ്പത്തിയേര് പറഞ്ഞിട്ടുണ്ട്. വെള്ള ഡ്രസ്സിട്ടു, അയാളെ കൊന്നു. ഇതൊക്കെ നമ്മുടെ കേരളത്തിലാണ്. ഇനി പറയൂ പ്രവാസികളെ, ഞാനൊന്നും അറിഞ്ഞില്ല, എനിക്കിതിനൊന്നും താല്പര്യമില്ല എന്നാണോ ഇനിയും നിങ്ങളുടെ മനസ്സ്? ഇത് പഠിക്കണം. എവിടെയാണ് തകരാറ്? എവിടെയാണ് പ്രശ്നം? ഓരോന്നും കൃത്യമായിട്ട് പഠിക്കണം. അതന്നെ നമ്മുടെ പ്രയാസവും നമുക്കിന്ന് അനുഭവിക്കാനുള്ള ജിഹാദും എന്ന് ആവർത്തിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു ബോധം നമുക്കുണ്ടാവണം. ഉറൂസുകളും ചന്ദനക്കുടങ്ങളും. ഇന്നലെയും കൂടി പട്ടാമ്പിക്കടുത്തുള്ള കൂറ്റനാട് ഒരു പാവം മനുഷ്യനെ കുത്തിക്കൊന്നു. പാപ്പാനെ തന്നെ ആന കുത്തിക്കൊന്നു. നേർച്ചയാണോല്ലോ. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ പട്ടാമ്പിയിൽ നാളെ മറ്റന്നാൾ തുടങ്ങാം. BP അങ്ങാടി പുതിയങ്ങാടിയിൽ കഴിഞ്ഞു. എന്നിട്ട് എന്തോ പ്രശ്നമുണ്ടോ? ആനക്കെന്താ കുഴപ്പം? ചെണ്ടക്കെന്താ കുഴപ്പം എന്ന് ചോദിക്കണം. മൗലവിമാരുണ്ടായ ഉഷാറായി. അപ്പം എവിടെയാ തകരാറ്? അവിടെ ആന നടത്തുന്ന അപകടത്തെക്കാൾ അപ്പുറം അവിടെ വേറൊരു അപകടം നടക്കുന്നുണ്ട്. ആ ഖബറാളിയോട് വിളിച്ച് തേടുന്നുണ്ട്. ആ ശിർക്ക്, കടുത്ത ശിർക്ക്. എങ്ങനെയാ അത് ശിർക്കാവല് എന്ന് പഠിക്കണം. സമൂഹത്തെ രക്ഷപ്പെടുത്തണം. ഉത്ബുദ്ധരാവണം, ഉത്ബുദ്ധരാക്കണം. ഇതാ നമ്മുടെ കടമ. നമുക്കിതിൽ റോളുണ്ട്.
നമുക്കിതിൽ കടമയുണ്ട്. ഓരോ സ്ത്രീ പുരുഷനും കടമയുണ്ട്. നിങ്ങൾ നമ്മളെ മക്കളോടൊക്കെ ഇങ്ങനെ ചോദിച്ചു നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ ചോദിച്ചു നോക്കിയാൽ എന്താണെന്ന് ചോദിക്കും. തവസ്സുല്, ഇസ്തിഗാസ, ഗൈബ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രയോഗങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചോദിച്ചു നോക്കിയാൽ അറിയില്ല. അപ്പോൾ അവരിതൊന്നും അറിയണ്ടേ? നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. നെറ്റിലെ ഓരോ ചിത്രങ്ങളെടുത്ത് കാണിച്ചു കൊടുക്കാം. നമുക്കിപ്പോൾ ദർഗയിൽ പോയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് ദർഗയിൽ നടക്കുന്നത്. നമ്മൾ വീട്ടിലെ സ്ക്രീനിലിട്ട് കാണിച്ചു കൊടുക്ക്, ഇതാ ദർഗ, അവിടെ നടക്കുന്നത് കണ്ടോ, ജാറ മൂടിയിരിക്കണുണ്ടോ, ഖബർ ഇത്രേ കെട്ടിപ്പൊക്കാൻ പാടുള്ളൂ, ഇമൽ പെയിൻ്റ് അടിക്കാൻ പാടില്ല എന്നാണ് നമ്മളെ നബി പറഞ്ഞത്. കണ്ടില്ലേ, ഇമ വസ്ത്രം മൂടിയിരിക്കുന്നുണ്ടല്ലേ, വിളക്ക് കൊളുത്തിക്കുന്നുണ്ടല്ലേ, അവിടെ ചെയ്യുന്ന പണിയുണ്ടല്ലേ. മുന്നറിയിപ്പ് കൊടുക്കണം, കൃത്യമായി അറിയണം, ബോധമുണ്ടാകണം എന്താണ് സമൂഹത്തിൽ നടക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും നമ്മളും അതിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളുള്ളവരാവണം സഹോദരങ്ങളെ. മാതാപിതാക്കളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിലും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലുമൊക്കെ ഇങ്ങനെ തന്നെയാണ്. ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ വിശ്വാസ മേഖലയിലുള്ള വിശുദ്ധി വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ മാറ്റങ്ങൾ വരും. പിന്നെ ഏറ്റവും കർമ്മരംഗത്തുള്ള കാര്യമാണ് നമ്മുടെ നിസ്കാരം. 5 നേരത്തെ നിസ്കാരം ആലോചിക്കണം. ഇവിടെ കൂടിയ ഞാനും നിങ്ങളും ആലോചിക്കുക, എൻ്റെ നിലപാട് എന്താണ്? ഞാൻ കൃത്യമായിട്ടൊരു ജമാഅത്തായി നിർവഹിക്കുന്നുണ്ടോ? എൻ്റെ മക്കൾ ചെയ്യുന്നുണ്ടോ? എൻ്റെ ഭാര്യ ചെയ്യുന്നുണ്ടോ? ഭർത്താവ് ചെയ്യുന്നുണ്ടോ? കുടുംബത്തിലെ നാഥയായ പെണ്ണുങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും ഒക്കെ സമയത്തിന് ജമാഅത്തിന് പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ പ്രേരിപ്പിക്കൽ അവർക്കും കൂടി പുണ്യമുള്ള കാര്യമാണ്. ഭർത്താവ് ഭാര്യയെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന ഭാര്യ, റഹിമല്ലാ റഹിമല്ലാ, അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദുആ ചെയ്ത കാര്യം. എന്ത്? കുടുംബങ്ങൾ പരസ്പരം ഇസ്ലാമിൻ്റെ ഇബാദത്തിൻ്റെ കാര്യത്തിൽ സഹകാരികളായി മാറുന്നതാണ് അതിലെ പോയിൻ്റ്. വാപ്പയും ഉമ്മയും മക്കളെ സഹായിക്കുന്നു, മക്കൾ വാപ്പാനും ഇമ്മാനെയും സഹായിക്കുന്നു. എന്തിന്? ദീനനുസരിച്ച് മുന്നോട്ട് പോകാൻ. മാഷാ അല്ലാഹ്, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, ഞങ്ങളെ കുടുംബങ്ങളെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനായ. ദുആ ചെയ്യണം, നമ്മൾ ദുആ ചെയ്യണം. അതാണ് നമ്മുടെ ഫാമിലി കോൺഫറൻസിൻ്റെ വിജയം. അതിനാണ് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇതൊന്നും നിങ്ങൾക്ക് അറിയാത്ത കാര്യം പുതിയൊരു ഇൽമായിട്ട് ഞാൻ പറയണമെന്നല്ല. വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ഉത്ബോധിപ്പിക്കൂ നബിയെ, ഉപകാരപ്പെടും. എല്ലാവർക്കും ഉപകാരപ്പെടൂലെങ്കിലും മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെടും, ഈമാനുള്ളവർക്കൊരു ഉപകാരമുണ്ടാകും. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ശ്രദ്ധയുള്ളവരായി നമ്മൾ മാറണം. സാമ്പത്തികമായി നമ്മുടെ പ്രശ്നങ്ങൾ എവിടെയാണെന്നറിയണം. സക്കാത്ത്, പലിശ, മറ്റു കാര്യങ്ങൾ, ഇടപാടുകൾ. എന്താ സക്കാത്തിൻ്റെ കാര്യത്തിൽ? റമദാൻ വരാൻ പോവുകയാണ്. അപ്പോൾ റമദാൻ സക്കാത്തിൻ്റെ മാസമായതുകൊണ്ടല്ല. ഇപ്പോൾ സക്കാത്തിൻ്റെ എല്ലാവർക്കും പ്രവാസികളാണ്, ശമ്പളത്തിൻ്റെ സക്കാത്ത് കൊടുക്കണ്ടേ? കറൻസിയുടെ സക്കാത്ത് എത്ര കൊടുക്കണം ഒക്കെ നമ്മൾ അറിയണം. ശമ്പളത്തിൽ കിട്ടുന്ന ശമ്പളത്തിൽ ഏറ്റക്കുറവുണ്ടാവും, പക്ഷെ കൊടുക്കണം. സ്വർണ്ണാഭരണം ഇപ്പോൾ വലിയ വിഷയമായിട്ട് നടക്കുന്നു. എത്ര കിലോ ഉണ്ടെങ്കിലും കൊടുക്കണ്ട. പെണ്ണുങ്ങൾക്ക് ഭയങ്കര കളിപ്പാണ് കിട്ടിയത്. ഇങ്ങനത്തെ ഇതുവരെ അറിയാത്ത ഇൽമൊക്കെയും മൂലിമാർ മൂടിയച്ചില്ലേ എന്നാണ് ഒരാളുടെ കമൻറ്റ്. പോൽക്ക് അനുകൂലമായിട്ട് കിട്ടിക്കാണ്. എത്ര സ്വർണത്തിൻ്റെ ആഭരണം ഉണ്ടോ, നീ സക്കാത്ത് കൊടുക്കണ്ടെന്നാണ്. നല്ല ഇൽമ കിട്ടിയത്. ആഭരണമായിട്ടുണ്ടാക്കുന്നതിന് സക്കാത്ത് കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളത് പണ്ടേ ചർച്ചയുള്ളതാണ്. പക്ഷെ ഇന്നുണ്ടാക്കുന്ന ആഭരണങ്ങൾ, ആഭരണം ധരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണെന്നാണ് പറയുന്നത്? ഇസ്ലാം ഭർത്താവിൻ്റെ മുമ്പിൽ അലങ്കാരം ചമയാനാണ് പെണ്ണിന് ആഭരണം. ഇപ്പോൾ പഠിച്ചു വെച്ചോളി. ഒരു പെണ്ണിന് ആഭരണം എന്തിനാ? സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിൽ അലങ്കാരം ചമയാണ്. ഇന്ന് ആഭരണം ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണ് ഭർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അയച്ചു വെച്ചിട്ടല്ലേ വരും? പുറത്തേക്ക് പോകുമ്പോഴോ എല്ലാം അണിഞ്ഞു. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടത്? അതിന് സക്കാത്ത് കൊടുക്കണ്ടേ? അതിന് സക്കാത്ത് കൊടുക്കണോ കൊടുക്കണ്ടേ? ഹറാമായ ഉദ്ദേശത്തിൽ അണിയുന്ന ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണം എന്നാണ്. ആഭരണത്തിന് സക്കാത്ത് ഇല്ല എന്ന് പറയുന്നവരും പറയുന്നത്. അത് നിങ്ങൾ പഠിച്ചു വെച്ചോ. മസല മറ്റേ മസല മാത്രം കേട്ടാൽ പോരാ. അന്യ ആണുങ്ങളുടെ മുമ്പിൽ ധരിച്ച് അലങ്കാരം അണിയാനാണോ ആഭരണങ്ങൾ? ആ ആഭരണത്തിനും സക്കാത്ത് ഉണ്ട് എന്നാണ് ആഭരണത്തിന് സക്കാത്തില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരും പറയുന്നത്. അപ്പോൾ പിന്നെ ഹലാലായ ഉദ്ദേശത്തിനുണ്ടാക്കിയ ആഭരണമാവണം. എന്താ ഹലാലായ ഉദ്ദേശം? എൻ്റെ ഭർത്താവിനെ കാണിക്കാനുള്ള ആഭരണമാണ്. ഒരൊറ്റ പെണ്ണും ഞാൻ കണ്ടിട്ടില്ല ഭർത്താവിൻ്റെ മുമ്പിലെത്തുമ്പോൾ ഇതൊക്കെ അയച്ചു വെക്കുക എന്നല്ലാതെ ആ ചങ്ങായി വെറും ഇങ്ങനെ ഉടൽ കാണണം.
ഇതിനാണോ ആഭരണം? മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ നമ്മുടെ ഉമ്മായുടെ കൈവിരലുകളിൽ വെള്ളിയുടെ മോതിരങ്ങളുണ്ട്. വെള്ളിൻ്റെ മോതിരമുണ്ട്. ഉമ്മ പറയാണ്, നമ്മളെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയും. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചു, മാ ഹാദാ യാ ആയിഷ, ആയിഷ ഇതെന്താ, എന്തപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളി മോതിരമൊക്കെ? അപ്പം പറഞ്ഞ വാചകം നിങ്ങൾ നോട്ട് ചെയ്യേ, സ്വനഅ്തുഹുന്ന അതസയ്യനു ലക യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലേ, ഞാനത് ഉണ്ടാക്കിയത് നിങ്ങളുടെ മുമ്പിൽ അലങ്കാരമായി ചമയാനാണ്. അപ്പോൾ ഹലാലായ ഉദ്ദേശമാണ്. അടുത്ത ചോദ്യം കേട്ടോളി, ഉമ്മയോട് അടുത്ത ചോദ്യം. ഓക്കെ, ശരി. അതുഅദ്ദീന സകാതഹുന്ന, നീ അവയുടെ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ ഉമ്മ പറയാണ്, ഞാൻ ഇല്ല എന്നുള്ള മട്ടിൽ ഞാൻ എന്തോ ഒരു വാചകം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞു, എങ്കിൽ ഹുവ ഹസ്ബുകി മിനന്നാർ, എങ്കിൽ നിനക്ക് നരകം കിട്ടാൻ അത് തന്നെ എമ്പാടും മതി. നിങ്ങൾ പറയും, ആഭരണമായിട്ടുണ്ടാക്കിയ സാധനത്തിന് സക്കാത്ത് കൊടുക്കണോ കൊടുക്കണ്ടേ? കൊടുക്കണ്ടെന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്, കൊടുക്കണമെന്നും അഭിപ്രായമുണ്ട്. ലാഭം നോക്കിയിട്ട് പക്ഷം ചേരല്ലേ, പ്രമാണത്തിനോടൊപ്പം നോക്കിയിട്ട് പക്ഷം ചേരി. ലാഭം നോക്കുകയാണെങ്കിൽ കൊടുക്കണ്ടെന്ന് തന്നെയാണ്. അപ്പം ആർക്കറിയത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അരികിലേക്ക് ഒരു സ്ത്രീ കടന്നു വരികയാണ്. ആ സ്ത്രീയുടെ കൂടെ അതിൻ്റെ മകളുമുണ്ട്. മകളുടെ കയ്യിലതാ 2 നല്ല കട്ടിയുള്ള കടകവളകളുണ്ട് സ്വർണത്തിൻ്റെ. നബിതങ്ങൾ ചോദിച്ചു, അതൊഴുത്തീനി സക്കാത്ത ഹാദാ, ഇതിൻ്റെ സക്കാത്ത് നീ കൊടുത്തിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ മുത്തു മുസ്തഫയുടെ ഗൗരവത്തോടെയുള്ള അടുത്ത ചോദ്യം, അയസുറുക്കി അൻയുസവ്വിറകില്ലാഹു ബിഹിമാ സിവാറൈനി മിന്നാർ, ഇതിന് പകരം അല്ലാഹു നരകത്തീ കൊണ്ടുള്ള 2 വളകൾ നിന്നെ അണിയിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? സക്കാത്ത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ച ചോദ്യമാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുമ്പുന്നത് 2 ഊരിയിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ട് ആ ഉമ്മ പറഞ്ഞ്, ഹുമാ ലില്ലാഹി വ റസൂലിഹി, ഇത് അള്ളാഹ്ക്കും അള്ളാഹിൻ്റെ റസൂലിൻ്റെ ദീനിലേക്ക് ഞാനാണ് കൊടുക്കുക. അവിടെ വെച്ചാണ്ട് ഊരി കൊടുത്തു പറഞ്ഞാൽ ചെന്നാൽ മതി പെണ്ണുങ്ങളുടെ അടുത്തേക്ക്. ഊരി വെക്കൊന്നും വേണ്ട, അതിൻ്റെ സക്കാത്ത് കൊടുക്കുന്ന നമ്മൾ പറയുന്നത്. ഊരി വെക്കൊന്നും വേണ്ട, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. കൊടുക്കാതിരിക്കാൻ പറ്റൂല സഹോദരിമാരെ. കൊടുക്കണം എന്നുള്ള അഭിപ്രായമാണ് നമുക്ക് ഖബറിൽ നല്ലത്, മരിക്കുമ്പോൾ നല്ലത്, മീസാനിൽ നമ്മളെ തൂക്കത്തിന് നല്ലത്, സിറാത്ത് പാലത്തിൽ കൂടെ പോകാൻ നല്ലതൊക്കെ അതാണ്. കൊടുക്കണ്ടെന്ന് പറഞ്ഞവരുണ്ട്. അതിനിപ്പോൾ എന്താ? ഇതാണ് ഏറ്റവും പ്രബലമായിട്ടുള്ളത്. മറ്റേ അഭിപ്രായം ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതാണ് ഓരോ പല തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ സഹോദരങ്ങളെ. മാത്രമല്ല അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതെന്താ? വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. സൂറത്ത് തൗബ 34-ാമത്തെ ആയത്ത് അല്ലാഹു തആല പറയുന്നു, സ്വർണവും വെള്ളിയും കൂട്ടിവെക്കുന്നവർ അതിന് ആഭരണം ഒഴിവാണ് എന്ന് ആ ആയത്തിലില്ല. ഇനി ആ ആയത്തിൽ നിന്ന് ആഭരണം ഒഴിവാണെന്ന് പറയണമെങ്കിൽ അതിന് മാത്രം ബലപ്പെട്ട ഹദീസ് വേണം. അങ്ങനെ ഒരു ഹദീസ് ഉള്ളതായിട്ട് ഈ ഉള്ളവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ട്, എന്നാൽ ഉണ്ട് എന്നുള്ളതിനാണ് കൂടുതൽ ബലപ്പെട്ട തെളിവുകളുള്ളത്. അതുകൊണ്ട് ആ വസ്വാസുമായിട്ട് ആരെങ്കിലും നടക്കുന്നുവെങ്കിൽ പറയുന്നു, നിങ്ങൾ 10.5 പവൻ കഴിച്ചില്ലിന് കൊടുക്കണം. 10.5 പവൻ കഴിച്ച് എന്നറിയുമ്പോൾ ശ്രദ്ധിക്കണം. 11 പവനാണെങ്കിൽ അരപ്പവന് എന്നല്ല 11 പവനും കൊടുക്കണം. അങ്ങനെ കുറേ ആൾക്കാർ കേൾക്കട്ടെ, 10.5 പവൻ കഴിച്ചിട്ടല്ലേ കൊടുക്കുക. പിന്നെ ഒരു മുസ്ലിയാർ ഇങ്ങനെ ഭയങ്കര ശബ്ദത്തിൽ പറയുന്നുണ്ട്, ആരെ ഇവിടെ പറഞ്ഞു? ലോകത്താരും പറഞ്ഞിട്ടില്ല 10.5 കഴിഞ്ഞിട്ടുള്ള അപ്പുറം ആഭരണേ പാടില്ല. ഇനി ആരെയത് പറഞ്ഞു? 10.5 പവനിൽ അപ്പുറം ഒരു സ്ത്രീയുടെ അടുത്ത് ആഭരണം വേണ്ടെന്ന് ആരും പറയുന്നില്ലല്ലോ. ഉണ്ടായിക്കോട്ടെ, 11 പവനോ 20 പവനോ ഒക്കെ അണിഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സക്കാത്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാവണം. ആണുങ്ങളും ശ്രദ്ധിക്കുക, ബാങ്ക് ബാലൻസ് ഒക്കെ ചെക്ക് ചെയ്യുക, കൃത്യമായി സക്കാത്ത് കൊടുക്കണം. അതൊക്കെ വലിയ വ്യവസായികൾക്കുള്ള പരിപാടിയാണ് എന്ന് വ്യവസായ മേഖലയിൽ ജീവിക്കുന്ന നിങ്ങളാരും വിചാരിക്കണ്ട.
അതിനൊക്കെ സക്കാത്ത് കൊടുക്കാൻ എത്രയേ വേണ്ടൂ എന്നുള്ളതിനുള്ള കണക്കൊക്കെ ഉണ്ട്. ഉസ്താദുമാർ ഇവിടെ ഉണ്ട്. അതിൻ്റെ കണക്കൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് സാമ്പത്തിക മേഖല ശ്രദ്ധ. ക്രെഡിറ്റ് കാർഡ് പോക്കറ്റിലുള്ളവർ ശ്രദ്ധിക്കുക. ഇനി അതാ പറയുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതൊരു ക്രെഡിറ്റ് ആയിട്ട് ഇങ്ങനെ നടക്കുള്ളൂ. സൂപ്പർ മാർക്കറ്റിൽ ചില നമ്മളൊക്കെ ഇങ്ങനെ 10 ദീനാറ് അല്ല 10 ദിർഹം റിയാലൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ മറ്റും അടുക്കി വെച്ചിക്കുക. അപ്പോൾ ബാങ്കുകാർ ഇങ്ങനെ വിളിച്ച് ഇവനോട് മദഹ് പറഞ്ഞ് ഈ കുടുക്കിയതാ. എല്ലാ ബാങ്കിൻ്റെ കാർഡും എൻ്റെ പെട്ടിയിലുണ്ട്. സമയത്ത് അടക്കൂല, അടക്കരുത് എന്നാണ് ഇത് കൊടുക്കുന്നവൻ്റെ ബാങ്കിൻ്റെ നിയത്ത്. അങ്ങനെ അത് കൊടുത്തില്ല, സമയം തെറ്റണം തന്നെ. സമയം തെറ്റിയാൽ എക്സ്ക്യൂസ് മീ സർ ഒരു വിളിയുണ്ട്. അപ്പോൾ ആദ്യം വിളിക്കുന്ന ചന്തൊന്നും ഉണ്ടാവില്ല, അടുത്ത വിളിക്ക് കുറച്ചുകൂടി ഡേറ്റ് ആൻ കെട്ടുമ്പോണ്ട് വേറൊരു വിളി. അപ്പോൾ ഈ കിളിക്കൊഞ്ചലാവില്ല, ഒരാണോ പിന്നെ സംസാരിക്കുക. അങ്ങനെ എത്ര ആൾ പെട്ടുകിടക്കുന്നു ക്രെഡിറ്റ് കാർഡിൻ്റെ അതിലങ്ങോട്ട് പെട്ടിട്ട് നാട്ടിൽ പോകാനും നിവൃത്തില്ല, ആകെ മുങ്ങി എവിടേക്കും പോകാൻ നിവൃത്തില്ല, നാട്ടിലേക്ക് പോകാൻ വയ്യ. അങ്ങനെ ക്രെഡിറ്റ് കാർഡ് ആ പലിശ ഇടപാടിൽ കുടുങ്ങണ്ട. അത്യാവശ്യം ഉണ്ടെങ്കിലേ കടം വാങ്ങാവൂ. അത് തന്നെ ക്രെഡിറ്റ് കാർഡ് വേണ്ട, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോളൂ. അത് തന്നെ പലിശാധിഷ്ഠിതമല്ലാത്തത് ഉപയോഗിച്ചോളൂ. ആ നിലക്കുള്ള സൂക്ഷ്മത നമുക്ക് വേണം. വിശദ വിവരങ്ങളൊക്കെ നമ്മളെ യൂട്യൂബിലുണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി പൈസക്കൊന്നും അല്ല കേട്ടോ, വേണമെങ്കിൽ കേട്ടാൽ മതി. ഇതൊക്കെ കൂടി പറയാൻ വയ്യാത്തതുകൊണ്ടാണ് പറയുന്നത്. ഓരോ വിഷയവും നമ്മളിങ്ങനെ ഡെയിലി ഇറക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണണം, കേൾക്കണം. അതുപോലെ തന്നെ പലിശയുമായിട്ടുള്ള ബന്ധം, ഈ കടം വാങ്ങിയാൽ കൊടുക്കാതിരിക്കുക. അള്ളാൻ്റെ റസൂൽ പറഞ്ഞൊരു വലിയ ഗൗരവമുള്ള വിഷയം എന്താ, ഈ കടം വാങ്ങിക്കഴിഞ്ഞാലുണ്ടാകുന്ന വിഷയം പിന്നെ പുറത്തിറങ്ങൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം. മഅ്സമിൽ നിന്ന് മഗ്റമിൽ നിന്ന്, അപ്പോൾ കടക്കണിയിൽ നിന്ന് അള്ളാൻ്റെ റസൂൽ ദുആ ചെയ്യും. സഹാബത്ത് ചോദിച്ചു, എന്താ നബി നിങ്ങൾ ഈ കടക്കണിയെ പറ്റി നിസ്കാരത്തിലൊക്കെ എത്ര ദുആ ചെയ്യാൻ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ അതിനെക്കുറിച്ച് ഇത്രത്തോളം ഗൗരവത്തോടെ പറയാനൊരു കാരണമുണ്ട്. അതെന്താണെന്നറിയാമോ? ഒരു മനുഷ്യൻ കടക്കാരനായി മാറിയാൽ ഹദ്ദസാ ഫകദബാ, അവൻ സംസാരിച്ചാൽ നുണ പറയേണ്ടി വരും. വബഅദാ ഫഖിലഫാ, വാഗ്ദത്തം ചെയ്താൽ പിന്നെ ഒക്കെ അവൻ തെറ്റിക്കേണ്ടി വരും. 1000 റിയാൽ കടം വാങ്ങി, 1-ാം തീയതി തരാം, 1-ാം തീയതി കിട്ടിയില്ല, തന്ന ആൾ വിളിച്ചു 10-ാം തീയതി തരാം. നുണ. 10-ാം തീയതി തരാൻ പറ്റുമോ? നുണയും പറഞ്ഞ് വഴതും ചെയ്തു, അഖലഫിയായി. പറ്റൂല, പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല. വളരെ അത്യാവശ്യമുണ്ടോ മാത്രം വാങ്ങിയാൽ മതി. വാങ്ങാതിരിക്കാൻ ചിലപ്പോൾ പറ്റൂല, വാങ്ങാനും കൊടുക്കാനും ഒക്കെ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വേറെ വിഷയമാണ്. പക്ഷേ അത്യാവശ്യത്തിനല്ലാതെ വാങ്ങരുത്, കടക്കെണിയിൽ പെട്ടുപോകരുത്. അതുപോലെ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കണം. നാട്ടിലൊക്കെ പല ഇടപാടുകൾ നടക്കുന്നുണ്ട്. സ്വർണ്ണക്കുറികൾ പല രൂപത്തിലുള്ള ജ്വല്ലറികളിലൊക്കെ പല കുറികളും നടക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ പൈസ തന്നാൽ മതി, അടുത്ത കൊല്ലം നിങ്ങൾക്ക് പൊന്ന് തരാം, അന്നത്തുള്ള റേറ്റിന് ഇന്ന് തരും, കൂടിയാലും നിങ്ങൾ കൂട്ടിത്തരണ്ട, നിങ്ങൾക്ക് പ്രശ്നമൊന്നും വരൂല, എനിക്ക് കുറിയിലും കൂടിയാൽ മതി എന്നാണ്. അങ്ങനെ നമ്മളമ്മമാരൊക്കെ കൂടുകയാണ്. പെൺകുട്ടികൾക്ക് പൊന്നു കൊടുക്കണമല്ലോ, എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ഇപ്പം എത്രയാണ് ചേർന്നാൽ നമ്മൾ എത്രയാണ് ചേർന്നാൽ മതി. വരുന്നതെല്ലാം കല്യാണം വരുമ്പോൾ അന്നത്തെ വിലക്ക് ഇന്നത്തെ വിലക്ക് അന്ന് സ്വർണം തരാമെന്നാണല്ലോ. എന്നാ സുഹൃത്തുക്കളെ പഠിച്ചോളി. പഴയ പൊന്ന് നിങ്ങൾ ജ്വല്ലറി കൊണ്ടുപോയി വിൽക്കുന്നുണ്ടോ? കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ വില കാൽക്കുലേറ്റ് ചെയ്തിട്ട് പൈസ വൈകോളി. പുതിയ പൊന്ന് വാങ്ങുകയാണെങ്കിൽ ആ പൈസ വേറെ കൊടുത്തിട്ട് വേറെ വാങ്ങിക്കോളും. ഇത് മാറ്റമൊന്നും കൊടുക്കണ്ട. ഇതിനുള്ള കാശ് കണക്കാക്കി അതിന്നിട്ട് വേറെ വെച്ച് വേറെ പുതിയ പൊന്ന് വേറെ വാങ്ങുക. ഇപ്പം നിങ്ങൾ കാശ് കൊടുത്തു, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പൈസ കൊടുത്തു, ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്ന് വാങ്ങിക്കോളി എന്ന് പറയും ജ്വല്ലറിക്കാർ. വാങ്ങരുത്. യദൻ ബി യദിൻ, സ്വർണം എന്ന് പറഞ്ഞാൽ റൊക്കമാണ്. സ്വർണത്തിൻ്റെ കച്ചവടം റൊക്കമാണ്, അല്ലാത്തൊരു പലിശയാണ്, പലിശാധിഷ്ഠിതമാണ്. ശ്രദ്ധിക്കണം, കുടുങ്ങിപ്പോകരുത്. ഒരുപാട് ബിസിനസ് ഇടപാടുകളുണ്ട്. നിങ്ങൾ ഇത്ര തന്നാൽ മതി, ഞങ്ങൾ മാസം നിങ്ങൾക്ക് ഫിക്സഡ് ഇത്ര തരാം. പലിശയാണ്, വിട്ടുപോണ്ട. നമ്മൾ കച്ചവടത്തിൽ ഷെയർ ആണെങ്കിൽ ലാഭനഷ്ടങ്ങൾക്ക് ഞാനും പങ്കാളിയാവണം. ഇത് ഞാൻ അറിയുന്നില്ല എന്നിട്ട് മൊഞ്ച് വാക്ക് ഉടമ പറയുന്നത് ഞാൻ അതിലപ്പുറമൊക്കെ കിട്ടുന്നുണ്ട്, പിന്നെന്താ അപ്പം നിങ്ങൾക്ക്? അത് പറ്റൂല. നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നുണ്ടോ? അതിൻ്റെ ശതമാനം അനുസരിച്ച് എനിക്ക് ലാഭവും കൂടുതൽ തരണം. നിങ്ങൾക്ക് കുറവാണോ? എനിക്കും കുറഞ്ഞോട്ടെ. അതാ കച്ചവടത്തിലെ ഷെയർ. മറ്റേത് ബാങ്കിൽ പൈസ ഇട്ട് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് പലിശ വാങ്ങുന്നതിന് തുല്യമാണ്. ശ്രദ്ധിക്കണം, നമ്മൾ ആലോചിക്കണം. അതിലൊന്നും നമ്മൾ പെട്ടുപോകരുത്. കുറച്ചൊക്കെ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവും. അല്ലെങ്കിലും മോമിനിയങ്ങൾക്ക് ദുന്യാവ് ജയിലെന്നല്ലേ സഹോദരങ്ങളെ? കുറച്ചൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും.
ആർഭാടങ്ങളും മാമൂലുകളൊക്കെ കുറേ ഒഴിവാക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും വീട്ടിൽ നിന്ന് വിളി വരിക. എന്താ പൈസ ആണത്? ഞാൻ കുറേ നേരം കാത്തിരിക്കണം, നിങ്ങളെന്താ അയക്കാത്ത? അപ്പോൾ നമ്മളാണ് വാങ്ങി അയക്കേണ്ടി വരിക. കല്യാണങ്ങൾ, മാമൂലുകൾ, വിവാഹങ്ങൾ, ആർഭാടങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ അതിൻ്റെയൊന്നും ഭാഗങ്ങളിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ ആ വിഷയങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. മക്കൾ വെട്ടിക്കൊല്ലാണ്. ജന്മം നൽകിയതിൻ്റെ പ്രതികാരം MDMAക്ക് അടിമയാണ്. ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കൊടുത്തുക പോകുന്നു കേട്ടോ. എവിടെയാ പ്രശ്നം തന്നെ അള്ളാഹിനെ പഠിച്ചിട്ടില്ല, അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല, ദീന് പഠിച്ചിട്ടില്ല. ഒരു ദുരന്തമാണ് എല്ലാത്തിൻ്റെയും ആണിക്കല്ലായി വർദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അമിതമായ വ്യയങ്ങളും ധൂർത്തടിക്കലുകളും ആർക്കൊക്കെയോ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാറ്റസ് നിലനിർത്താൻ, അഭിമാനം നിലനിർത്താൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കടബാധിതരായി മാറുകയാണ്. ഇവരാരും നമ്മുടെ കൂടെ മഹ്ശറിൽ മറുപടി പറയാൻ കൂടെ കാണൂല. നമ്മളെ ഇതിനെ പ്രോത്സാഹിപ്പിച്ചവരൊക്കെ ഉണ്ടല്ലോ, ഇവരാരും മഹ്ശറിൽ നമ്മളെ കൂടെ വക്കാലത്ത് ഏറ്റെടുക്കാൻ ഉണ്ടാവില്ല. അവിടെ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. കുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. എല്ലാവരും ഖിയാമത്ത് നാൾ വിചാരണക്ക് ഒറ്റക്ക്. ഞാൻ എൻ്റെ കാര്യം പറയേണ്ടി വരും. അവിടെ നമ്മൾ ഈ തിന്മക്ക് പ്രോത്സാഹിപ്പിച്ചവനോ നമ്മൾ പറഞ്ഞിങ്ങനെ മാവുമ കയറ്റിയവനൊന്നും ഉണ്ടാവില്ല. പിരി മുറുക്കിയിട്ട് നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നവരില്ലേ, ആരും ഉണ്ടാവില്ല. നമുക്ക് നമ്മളെ ഉണ്ടാകൂ. ആ ബോധം ആ മേഖലയിലും നമുക്കുണ്ടാകണം. ഇവിടെയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെ അവസ്ഥ എന്താണ്? നാട്ടിലേക്ക് മുഴുവൻ പോകണ്ട, ലീവിന് പോകുമ്പോൾ പോലും നമ്മൾ പലപ്പോഴും പടച്ചോനെ മറക്കുകയാണ് പല ആൾക്കാർ. ഇവിടെയൊക്കെ നല്ല ഉഷാറാവും, നാട്ടിൽ പോയിട്ട് 2 മാസം. അതിനല്ല ഇപ്പോൾ നാട്ടിൽ പോകുന്നത്, അടിച്ചു പൊളിക്കാനാണ്. അപ്പോൾ എല്ലാം മാറി. ഇവിടെ പറതട്ടിയിരുന്ന ചില സഹോദരിമാരൊക്കെ നാട്ടിൽ നിന്ന് കണ്ടാൽ അറിയില്ല, അവർ വേറെ വേഷത്തിലായിരിക്കും. ഗൾഫിലാവുമ്പോൾ അത് ജുബൈൽ അല്ലെങ്കിൽ സൗദി അല്ലെങ്കിൽ ദുബായ് അല്ല, അവിടെ ഇങ്ങനെ. അപ്പോൾ നാട്ടിലെത്തുമ്പോൾ ഇപ്പോൾ അങ്ങനെയാണ് നടക്കുമോ? എല്ലായിടത്തും അള്ള ഒന്ന് തന്നെയല്ലേ? അവിടെ അള്ള വേറെയാ? എല്ലായിടത്തും റഹ്മാനായ റബ്ബ് ഒന്ന് തന്നെയല്ലേ? വഹുവമാക്കും ഐനമാ കുന്തും, അവൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ എവിടെയാണെങ്കിലും. റഹ്മാനായ റബ്ബിൻ്റെ നിരീക്ഷണം, അതല്ലേ അള്ളാനെ പഠിച്ചാലുള്ള സുഖം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അള്ളാഹ് നിങ്ങളുടെ മേൽ സദാ നിരീക്ഷകനായിട്ടുണ്ട്. ഫിൽ ഇമാറാത്തി ഫഖത്ത്, ഫി സഊദിയ ഫഖത്ത് ഉണ്ടോ? ബാക്കി അല്ലല്ലോ, എല്ലായിടത്തും എപ്പോഴത്തേയും അവൻ നിങ്ങളുടെ കൂടെ നിരീക്ഷകനായിട്ട്. അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളുടെയൊക്കെ വേഷവിധാനവും വസ്ത്രമൊക്കെ വളരെ അപകടത്തിലേക്കാണ് പോകുന്നത്, വളരെ അപകടത്തിൽ. ഒന്നും പറയണ്ട, എല്ലാ അർത്ഥത്തിലുമുള്ള ചെളിക്കുണ്ടുകളിലാണ് നമ്മുടെ മക്കൾ പോയി വീഴുന്നത്. അത് പറഞ്ഞ് കരഞ്ഞിരുന്നിട്ടൊന്നും കാര്യമല്ല. നമ്മൾ മാറുക, ഞാൻ മാറുക, ഓരോരുത്തരും മാറുക. അതല്ലാതെ എന്താ നിവൃത്തി? അള്ളാഹു അവൻ്റെ റസൂലിലൂടെ പഠിപ്പിച്ച ആ ദീനിയായ കാര്യങ്ങളോട് സ്നേഹവും കൂറും മഹബത്തും നമുക്ക് ഉണ്ടായിത്തീരുക എന്നുള്ളതല്ലാത്തൊരു വഴിയില്ല. ഇപ്പോൾ പല മക്കൾക്കും നല്ല സ്ഥാപനങ്ങൾ നാട്ടിലുണ്ടാവും, പക്ഷേ ഇപ്പോൾ മോനെവിടെ? ഇല്ലാണ്ടല്ല. മോളവിടെ? ഒരു കാനഡയിലാണ്, മറ്റുള്ളവിടെ അവളങ്ങ് യൂറോപ്പിലാണ്. ഇങ്ങനെയൊക്കെ പറയുന്നതൊരു വലിയ മഹത്വമായിട്ട് വേണ്ട അഴിച്ചു വിട്ടിരിക്കുകയാണ്. എന്താണ് അവിടെ പോയിട്ട് അവർ ചെയ്യുന്നത്, എന്താ പഠിക്കുന്നത്, എന്താണ് കാര്യം? നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? നിങ്ങൾ അറിയുന്നുണ്ടോ എന്താണ് അവിടെ സംഭവം? ഞാൻ എല്ലാവരെയും അടക്കി ആക്ഷേപിക്കൊന്നുമല്ല. അവിടെയൊക്കെ പോയിട്ട് നല്ല തഖ്വയോടെ ജീവിച്ച് പഠിച്ച് വളർന്നു വരുന്ന മക്കളുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊക്കെ എവിടെ പോകുന്നു എന്നുള്ളതല്ല വിഷയം, ആര് പോകുന്നു, എന്ത് പഠിച്ച് മനസ്സിലാക്കിയവൻ പോകുന്നു. പഠിച്ചവർക്ക് പോലും സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് തിന്മയിലേക്ക് പോകുന്ന കാലമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു കണ്ണ് വേണം, ഒരു ശ്രദ്ധ വേണം. വെറുതെ എല്ലാവരും ചെയ്യുന്ന ട്രെൻഡിൻ്റെ പിന്നാലെ നമ്മളും ഇങ്ങനെ പോകരുത്. ആലോചിച്ചിട്ട് മതി. തൂബാലി ഖുറബാൽ, ഒഴുക്കിനനുസരിച്ച് നീന്തല്ലേ, ഒഴുക്കിനെതിരെ നീന്തൂ. ആലോചിക്കണം 100 വട്ടം. എവിടേക്കാ പോകുന്നത്, എവിടേക്കാ വിടുന്നത്, എന്തൊക്കെയാണ് നടക്കുന്നത്, നമ്മളെന്തേ മനസ്സിലാക്കിയത്, നമ്മളെന്തേ പഠിച്ചത്? ഈ ഒരു ഗൗരവതരമായ ചിന്ത പ്രിയമുള്ളവരെ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നമ്മുടെ മനസ്സിലുണ്ടാകണം. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറക്ക് സൂക്ഷിക്കണേ. മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുതേ. എവിടെ വെച്ച് നമ്മൾ മരിക്കുകയാണെങ്കിലും ഈമാനോടുകൂടെ മരിച്ച് കുടുംബസമേതം സ്വർഗത്തിലെത്തുവാൻ സാധുക്കളായ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ വന്നിട്ടുള്ള അപാകതകളും അബദ്ധങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായി ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളിലൂടെ, ഇണകളിലൂടെ അള്ളാഹു നമുക്ക് കണ്ണിന് കുളിർമ 2 ലോകത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വർഗീയ ലോകത്ത് ഒരുമിച്ചിരിക്കാനും
കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുവാനും തൗഫീക്ക് നൽകപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ റഹ്മാനായ റബ്ബ് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങൾ എല്ലാ പോരായ്മകതകളിൽ നിന്നും മുക്തമായ നിലക്ക് റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ അധ്വാനങ്ങൾ റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ വിലപ്പെട്ടതായ നിലക്ക് നമ്മുടെ മീസാനിൽ കനം തൂങ്ങുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.